നമസ്കാരം. രാവിലെ ഈ പ്രസ് മീറ്റിന് എത്തിയ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തുടങ്ങുകയാണ്. ഞാൻ ഈ സിനിമയുടെ സംവിധായകനാണ് ബിപിൻ കൃഷ്ണ. എൻ്റെ മുമ്പത്തെ ചിത്രം 21 grams ആയിരുന്നു. ഇപ്പോൾ സാഹസം എന്ന ഞങ്ങളുടെ സിനിമ കഴിഞ്ഞ വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ഞങ്ങൾ വളരെ 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 ഹാപ്പിയാണ്. കാരണം ഡയറക്റ്റ്ലി തിയേറ്റേഴ്സിന് ഞങ്ങൾക്ക് ഒരുപാട് നല്ല പ്രതികരണങ്ങളും ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടും മനസ്സിലാക്കി ഞങ്ങൾ എന്താണോ ഈ സിനിമ കൊണ്ട് ഉദ്ദേശിച്ചത്, ലൈക്ക് ഔട്ട് ആൻഡ് ഔട്ട് എൻ്റർടൈൻമെൻറ്റ് പാക്കേജ് ആയിരിക്കണം ഈ സിനിമ എന്ന ആഗ്രഹത്തോടെയാണ് ഞങ്ങളെല്ലാവരും കൂടി ഈ പ്രോജക്റ്റ് പുൾ ഓഫ് ചെയ്തത്. അപ്പം അതേപോലെ തന്നെ വിചാരിച്ചതിനെക്കാട്ടും നന്നായിട്ട് ആളുകൾ ചിരിക്കുന്നു, എൻ്റർടൈൻഡ് ആവുന്നു, ഹാപ്പി ആവുന്നു. വളരെ സന്തോഷം. ബാക്കി ഞാൻ എല്ലാവർക്കും ഒന്ന് ഓരോട് സംസാരിക്കാൻ കൊടുക്കാം, എന്നിട്ട് കൂടുതൽ പറയാം. എല്ലാവർക്കും നമസ്കാരം. ഈ പറഞ്ഞ പോലെ നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ഓഫ്കോഴ്സ് നിങ്ങളെല്ലാവരും മീറ്റ് ചെയ്ത് നമ്മൾ പരസ്പരം നമുക്ക് എല്ലാവരുടെയും സപ്പോർട്ട് വേണമല്ലോ. സോ അതിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് നമ്മളെപ്പോഴും പ്രസ് മീറ്റിൻ്റെ ഒരു റീസണിങ്ങും അത് തന്നെയാണ്. എപ്പോഴും വിശ്വസിക്കുന്നൊരു കാര്യം, നമ്മൾ നല്ലൊരു പ്രോഡക്റ്റായിട്ട് വരുമ്പോൾ അതിന് ഇപ്പം ഞങ്ങൾക്കിവിടെ വേണ്ടത് ഓഫ്കോഴ്സ് ജനങ്ങൾ തിയേറ്റേഴ്സിൽ വന്നുകൊണ്ടിരിക്കുന്നു, നമ്പർ ഓഫ് ബുക്കിങ്സ് കൂടുന്നു, പോസിറ്റീവ് ടോക്ക് വരുന്നു, തിയേറ്ററിൻ്റെ ഉള്ളൊരു ഓളമാണ്, വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് വരുന്നത്. ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു വിഷയം. എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം, പ്രോഡക്റ്റ് നല്ലതാണെങ്കിൽ അത് മീഡിയ, ഓൺലൈൻ മീഡിയ, സോഷ്യൽ മീഡിയ, നിങ്ങളുടെ പ്രസൻറ്റ്, ഈ മീഡിയയുടെ സപ്പോർട്ട് എപ്പോഴും ഏതൊരു സിനിമയ്ക്കും ആവശ്യമാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് പല സിനിമകളും അങ്ങനെ വിജയിച്ചിട്ടുമുണ്ട്. സോ ആ ഒരു കോൺഫിഡൻസിലും കൂടിയാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. വി ബിലീവ് നമ്മൾ ഞങ്ങളുടെ ഈ യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് വെച്ച് ദിസ് വിൽ വിൻ, ദിസ് ഇസ് വിന്നിങ്. അതിൻ്റെയും കുറച്ചും കൂടിയും റീച്ചിലേക്ക് വേണ്ടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം പടം കണ്ടവർക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. പിന്നെ ഞങ്ങൾ ഇന്നലെ സംസാരിക്കുകയായിരുന്നു, ഈ കൂലി വരാൻ പോവാണ്. കൂലി റിലീസാവുന്നതിൻ്റെ ഒരു ആഴ്ച മുമ്പ് നമ്മൾ പടമിറക്കി എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സാഹസം. അല്ല, അത് അങ്ങനെ സംഭവിച്ചു പോയതാണ്, അല്ലാണ്ട് ഇതൊന്നുമല്ല. ഇതും നമ്മൾ അതിജീവിക്കും. അതെ. സോ ദാറ്റ് ഇസ് ഇറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ പേർപ്പസ്, നമുക്കറിയാം. സോ ഇനി അടുത്ത ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു. ഇന്നിവിടെ വന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്ന എല്ലാവർക്കും, മീഡിയയിലുള്ള എല്ലാവർക്കും ബിഗ് താങ്ക് യു. ഈ മൂവിയുടെ തിയേറ്റേഴ്സിലൊക്കെ പോകുമ്പോൾ, ഞങ്ങൾ തിയേറ്റർ വിസിറ്റ്സിനൊക്കെ പോകുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഓൾമോസ്റ്റ് ഫുള്ളാണ്, വീക്കെൻഡാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അത് കൂടെ കാണുമെന്ന് വിശ്വസിക്കുന്നു. പടുതയാ കൊടുക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാര്യം നമ്മൾ ഓഗസ്റ്റ് 8 സാഹസം വരുന്നു, ഏത് മൂഡ്, സാഹസം മൂഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓഗസ്റ്റ് 8 മുതൽ നമുക്ക് നമ്മുടെ തിയേറ്ററിൽ പ്രേക്ഷകർ നല്ല സ്വീകാര്യതയാണ് തരുന്നത്. അത് ഓരോ ദിവസം അല്ലെങ്കിൽ ഓരോ ഷോ കഴിയുന്തോറും ആ സ്വീകാര്യത വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് സന്തോഷം നൽകുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ എല്ലാവരും വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കുറച്ചുകൂടി ഒരു ബിഗർ ഓഡിയൻസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കാര്യം സിനിമ കണ്ടു കഴിഞ്ഞിറങ്ങുന്ന ഓരോരുത്തരും നന്നായിട്ട് എൻജോയ് ചെയ്തു എന്ന് പറയുന്നു, നല്ല ഫണ്ണായിരുന്നു, ഞങ്ങൾ ത്രൂ ഔട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ പോസിറ്റീവ് ഫീഡ്ബാക്ക്സ് കിട്ടുമ്പം നമ്മളും ഭയങ്കര ചാർജ്ഡ് ആവും. ഓക്കെ, അങ്ങനെ നമ്മളൊരു നേരത്തെ നരേഞ്ചേട്ടൻ പറഞ്ഞ പോലെ നമ്മളൊരു പ്രോഡക്റ്റ് കൊണ്ടുവന്നത് പ്രേക്ഷകരെ 2 കൈ നീട്ടി സ്വീകരിച്ചു എന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. എനിക്ക് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരും തന്നെ സിനിമ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാതെ വന്ന ആൾക്കാരാണ് എല്ലാവരും. അപ്പോൾ അങ്ങനെ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്ക്, സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്ക് ഏറ്റവും വലിയൊരു ദിവസമാണ് വെള്ളിയാഴ്ച. സിനിമയിൽ ഒരു വെള്ളിയാഴ്ച വരുന്നതിന് ജീവിതം മാറ്റും എന്നാണല്ലോ പറയുന്നത്. അപ്പം ഞങ്ങളുടെ വെള്ളിയാഴ്ച ഓഗസ്റ്റ് 8 അത് ഞങ്ങളുടേതായിട്ടുള്ള വെള്ളിയാഴ്ച ആക്കണമെങ്കിൽ നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക. OTT വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിയട്ടെ.
അതെ, എങ്ങനെയും പിടിച്ചു കയറുമ്പോൾ അപ്പോൾ കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ മാറ്റി വെക്കാതിരിക്കുക. നിങ്ങളുടെ ഞായറാഴ്ചത്തെ പ്ലാനിൽ അല്ലെങ്കിൽ ഈ പിന്നെ ആഴ്ച ഒരു പടം കണ്ടേക്കാം എന്നൊരു മൂടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് സാഹസത്തിന് വരിക. നിങ്ങൾ ഉറപ്പായിട്ട് എൻജോയ് ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ സിനിമ സ്വപ്നം കണ്ട ഒരു കൂട്ടം ആൾക്കാരുടെ വെള്ളിയാഴ്ച ആക്കി മാറ്റുക. എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു കയറുമ്പോൾ അവിടുന്ന് ഇവിടുന്ന് തലങ്ങും വിലങ്ങും അടി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഒരു കാര്യം കൂടെ എടുത്തു പറയണം. കാരണം നമ്മുടെ സിനിമ ഒരുപാട് കുട്ടികൾ വന്ന് കാണുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ആൻഡ് നമ്മളിതിനകത്തിൽ അവർക്ക് അല്ലെങ്കിൽ അവർ കണ്ട് പഠിക്കരുതെന്ന് വിചാരിച്ചിട്ട് പഠിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല നമ്മളിതിനകത്തിൽ ഡ്രിങ്ക്സിൻ്റെയും സ്മോക്കിങ്ങിൻ്റെയും വേപ്പിങ്ങിൻ്റെയും ഒക്കെ സീൻസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് കണ്ടിട്ട് ആരും പിന്നെ അത് വലിക്കരുത്. അത് ശരീരത്തിന് നല്ലതല്ല, ഒട്ടുമേ നല്ലതല്ല. പിന്നെ അതിനകത്തിൽ ഞാൻ റോണി വലിക്കുന്നത് അവനൊരു അലവലാതിയാണ് അതിനകത്ത്, അതുകൊണ്ട് വലിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളിത് കണ്ട് കുട്ടികൾ നിങ്ങളിത് കണ്ട് ശീലിക്കരുത്. ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ യുവർ ഹെൽത്ത്. എന്നിട്ട് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ കുട്ടികളല്ല കേട്ടോ, മുതിർന്നവർ, ദാറ്റ്സ് യുവർ ചോയ്സ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിലേക്ക് വരിക. ഞങ്ങളുടെ ഈ സാഹസം ഒരു വലിയ സാഹസമാക്കി മാറ്റുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓവർ ടു ശബരീഷ് പ്രഭു. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെയൊക്കെ വീണ്ടും കണ്ടതിൽ ഒരുപാട് സന്തോഷം. എനിക്ക് ഈ പറഞ്ഞതിൻ്റെ ഒപ്പമൊക്കെ തുന്നിച്ചേർക്കാനുള്ള 1-2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന്, ഈ പടം ഇറങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ വനിതാഭിനേതയിൽ കണ്ടു പ്രേക്ഷകരോടൊപ്പം. പിന്നെ ലുലു മാൾ PVRൽ കണ്ടു, ഷേണൈസിൽ കണ്ടു, ഫോറം മാളിൽ PVRൽ കണ്ടു. ആ കോൺഫിഡൻസിൽ പറയുകയാണ് ഇവരെല്ലാവരും ഞങ്ങൾ ഒപ്പം വരുന്ന ഓഡിയൻസ് നിങ്ങൾ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് പറഞ്ഞ് ചിരിപ്പിക്കാനല്ല. ഒന്ന് ചിരിക്കണം എന്ന് പറഞ്ഞ് ചിരിപ്പിക്കാൻ നമുക്ക് അത്ര പേരെ പറ്റും. എല്ലാ വികാരങ്ങളും അവരറിയാണ്ടാണ് പുറത്തേക്ക് വരുന്നത്. നിങ്ങളൊരാളെ സ്നേഹിക്കുന്നത് നിങ്ങളറിയാണ്ട് തന്നെയാണ്. ആ ഒരു വികാരം മനസ്സിലാക്കിയതിൻ്റെ കോൺഫിഡൻസിൽ പറയുകയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് സാഹസം. ഇത് ഗ്യാരണ്ടിയാണ്. ഇത് എൻ്റെ ഗ്യാരണ്ടിയാണ്, ഈ ടീമിൻ്റെ ഗ്യാരണ്ടിയാണ്. ഇത് ഞങ്ങൾ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ പല ജില്ലകളിൽ നിന്ന് ഒരുപാട് ഇപ്പോൾ കഴിഞ്ഞപ്പോൾ എന്നാണല്ലോ വെള്ളിയാഴ്ച റിലീസ് ചെയ്തതിനു ശേഷം ഒരുപാട് സ്ഥലത്ത് നിന്ന് നമുക്ക് മെസ്സേജ് വന്നു, അവിടുത്തെ വീഡിയോസ് വന്നു, ആൾക്കാരെ ചിരിക്കുന്നതും എൻജോയ് ചെയ്യുന്നതിൻ്റെ. അപ്പോൾ ഇത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതൊരു ജനദ്രോഹ പരിപാടിയല്ല, നമ്മളൊരു കലാപ്രവർത്തനമാണ്. ഈ കലാപ്രവർത്തനത്തിലൂടെ നമ്മൾ മുമ്പിലോട്ട് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് കലയെ വിമർശിക്കാം, കലാകാരനെ വിമർശിക്കാം. പക്ഷെ കലയിൽ ഇപ്പൊ ഈ പടം എന്ന് പറഞ്ഞാൽ UNA ആണ് നമ്മുടെ സർട്ടിഫിക്കേഷൻ, 16+ ആണ്. ഇപ്പം ജീവ പറഞ്ഞ പോലെ ഇതിനകത്ത് വേപ്പിംഗ് ഉണ്ട്, കുടിക്കുന്നത്. ഇപ്പൊ പ്രേമത്തിലുണ്ടായിരുന്നു ഒരുപാട് സ്ഥലത്ത് കുടിക്കുന്നു, ഭയങ്കരമായിട്ട് കുടിക്കുന്നു, നിങ്ങൾ ചെയ്യുന്നു. അത് ആ ബാച്ചിലേഴ്സ് ലൈഫിൽ എല്ലാ ബാച്ചിലേഴ്സും എല്ലാ കോളേജിൽ പഠിക്കുന്ന ആൾക്കാർ ചെയ്യുന്നു എന്നല്ല പറഞ്ഞത്, ആ പെർട്ടിക്കുലർ ഗ്യാങ്ങിലുള്ള ആൾക്കാരത് ചെയ്തു എന്നുള്ളതാണ്. 16+ ആയിട്ടുള്ളൊരു പടത്തിലേക്ക് അതിന് താഴെയുള്ള കുട്ടികളെ കൊണ്ടുവരരുത്. അത് പാരൻസിന്റെ ഉത്തരവാദിത്തമാണ്. അതിന് വേണ്ടിയിട്ടാണ് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്. അതിനെ നിങ്ങൾ എടുത്തെടുത്ത് വിമർശിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരത്തോട് കൂടിയാണ് ഞങ്ങൾ ഈ പടം ഇറക്കിയിരിക്കുന്നത്. അത് വൃത്തിയായിട്ട് മനസ്സിലാക്കാൻ തലയിലേക്ക് കയറ്റുക. എന്നിട്ട് നിങ്ങളാണ് ഉത്തരവാദിത്തത്തോടുകൂടി പെരുമാറേണ്ടത്. ഞങ്ങൾ ഓൾറെഡി അത് ചെയ്തതാണ്. അപ്പൊ അത് ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾ പറയണം, ഇത് ഞങ്ങൾ ഒരു തെറ്റും ചെയ്തില്ല, നമ്മൾ വെറുതെ വിമർശിക്കരുത്. കാരണം നമ്മൾ സർട്ടിഫിക്കേഷൻ കിട്ടി ഇറക്കിയിട്ടുള്ള ഒരു സിനിമയാണ്. ആ ഉത്തരവാദിത്വം നിങ്ങൾ കാണിക്കുക. ഇനി പ്രൊഡ്യൂസർ പറയട്ടെ ബാക്കി. എനിക്ക് കുറെ പറയാൻ നിന്ന് ഞാൻ കുറെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊരു എന്താ പറയാ, ബിപിൻ പറഞ്ഞ പോലെ ഞങ്ങൾ ആദ്യം വനിതാ വിനീതയിലെ സിനിമ കണ്ടു. അപ്പൊ എല്ലാവരും ചിരിക്കുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളെ ക്രൂവിലുള്ള ആൾക്കാരായതുകൊണ്ടാണ് എല്ലാവരും ചിരിക്കണേന്ന്. ഇല്ല, നമ്മൾ 16+. ദെൻ അക്രോസ് കേരള ഇപ്പം എല്ലാ തിയേറ്ററിനും നമുക്ക് ഈ സെയിം റെസ്പോൺസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ശബരീഷ് പറഞ്ഞാൽ ചിരിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇതിനകത്ത് ചിരി ഓൾറെഡി വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു സാധനം 4 പേരിലെടുത്ത് കൂടുതൽ എത്തണം, എന്നാലേ നമുക്ക് തിയേറ്ററിലോട്ടേക്ക് ആൾക്കാർ വരുള്ളൂ. അപ്പൊ അതിനാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണ്ടത്. ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതിനകത്ത് മെയിനായിട്ട് തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ ആരും ചിരിക്കാണ്ട് പോവില്ല. അതാണ് ഞങ്ങളെ ഗ്യാരണ്ടി. ഹായ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. ഈ കുറച്ച് ടൈം ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചതിന് എല്ലാ മീഡിയയോടും നന്ദി. ഇവിടെ പറയാനുള്ളത്, നമ്മൾ സിനിമ റിലീസാവുന്നതിന് പ്രിവ്യൂ ഒക്കെ കാണുന്നതിന് മുന്നേ ഒരുപാട് പ്രൊമോഷൻസ് ചെയ്തിരുന്നു, ഒരുപാട് കോളേജസിൽ പോയിരുന്നു. അവിടെയൊക്കെ എനിക്ക് പറയാനായിട്ട് ഉണ്ടായിരുന്നത്, നിങ്ങൾ സിനിമ കാണും, നമ്മൾ ഒരുപാട്
ആഗ്രഹിച്ച് കഷ്ടപ്പെട്ട് സിനിമയെ സ്വപ്നം കാണുന്ന ഒരു കൂട്ടം ആളുകൾ ചെയ്തൊരു സിനിമ എന്ന രീതിയിലാണ്. അല്ലാതെ ഞാനൊരിടത്തും പറഞ്ഞിട്ടില്ല ഇത് ഭയങ്കര അടിപൊളി പടമാണ്, നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ വന്ന് കാണണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് ഈ കോൺഫിഡൻസ് വന്നത് ഇതിന്റെ പ്രിവ്യൂ കഴിഞ്ഞ് നമ്മുടെ റിലീസ് കഴിഞ്ഞപ്പോഴാണ്. കാരണം നമ്മളൊരു സിനിമ കാണാതെ അതിന്റെ അഭിപ്രായം പറയുക എന്നുള്ളത് ഈ സിനിമ കാണാതെ അതിന്റെ റിവ്യൂ പറയുന്നതിനനുസരിച്ചിരിക്കും. അപ്പോൾ ഈ സിനിമ കണ്ട് ബോധ്യമായി ഇത് തിയേറ്റേഴ്സിൽ വർക്കായി, ഓഡിയൻസ് എല്ലാവരും ഇത് ചിരിക്കുന്നുണ്ട്, നമ്മുടെ കൂടെ നമ്മുടെ ജേർണിയിൽ ട്രാവൽ ചെയ്യുന്നുണ്ട്, അവർക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിന് ശേഷമുള്ള കോളേജ് പ്രൊമോഷൻസിലാണ് ധൈര്യത്തോടെ ഞാൻ വന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഈ സിനിമ ധൈര്യമായിട്ട് കാണാം, നിങ്ങളുടെ പൈസ പോവില്ല, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും, നല്ലൊരു പടമായിരിക്കും എന്നുള്ളത്. സോ ആ കോൺഫിഡൻസോട് കൂടെ തന്നെയാണ് ഇപ്പോഴും ഞാനും എൻ്റെ ക്രൂവും എല്ലാവരും ഇരിക്കുന്നത്. പക്ഷെ ഓഫ് കോഴ്സ് നമുക്ക് ഇനിയും നമ്പർ ഓഫ് ടിക്കറ്റ്സ് കൂടാനുണ്ട്. കാരണം തിയേറ്റേഴ്സിലേക്ക് വരുന്ന സിനിമകൾ വളരെ വലിയ സിനിമകളാണ് എപ്പോഴും ഓഡിയൻസ് അറിയാറുള്ളത്. നമ്മുടെ ഒരു സിനിമ ഈ പറയുന്ന പോലെ ഒരു വലിയ ലാർജ് സ്കെയിലൊരു അനൗൺസ്മെന്റോ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ട്രംപ് കാർഡ് എന്ന് പറയുന്നത് ഓണമൂഡ് സോങ് ആയിരുന്നു, അതാണ് എല്ലാവരിലും എത്തിയത്. സോ അതുപോലെ സിനിമയും ഓഗസ്റ്റ് 8 തിയേറ്റേഴ്സിലേക്ക് എത്തി എന്നുള്ളത് ഇപ്പോഴും ഓഡിയൻസ് അറിയാതിരിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഞാൻ അറിയുന്നുണ്ട്. സോ അത് ഇനിയും എത്തണം. ഇപ്പോഴും നമ്മുടെ സിനിമ നല്ല രീതിയിൽ തിയേറ്റേഴ്സിൽ വർക്കായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഒരു ഞായറാഴ്ച രാവിലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ വന്നതിന് താങ്ക് യു. സാഹസം ആക്ച്വലി ഒരു വിഷ്വൽ ട്രീറ്റ് ആണ്. അതാണ് എനിക്ക് പേഴ്സണലി തിയേറ്ററിൽ കണ്ടപ്പോൾ തോന്നിയത്. ജീവ പറഞ്ഞ പോലെ OTT വരും അപ്പം കാണാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമുക്ക് പലവർക്കും ഉണ്ടാവും. അതിന് ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷെ ഈ സിനിമ സ്പെസിഫിക് ആയിട്ട് തിയേറ്ററിൽ കണ്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഫീൽ ചെയ്യൂല. അതൊരു ഫാക്റ്റാണ്. ബിക്കോസ് ഞങ്ങളുടെ ടെക്നിക്കൽ സൈഡിൽ ഞങ്ങൾ അത്യാവശ്യം ഇമ്പോർട്ടൻസ് കൊടുത്ത് ക്രിയേറ്റ് ചെയ്തൊരു സിനിമയാണ് സാഹസം. ആൽബി ചേട്ടൻ്റെ ക്യാമറ വർക്ക്, ബിപിൻ അശോകിൻ്റെ മ്യൂസിക്, കിരണിൻ്റെ എഡിറ്റിംഗ്, ഇത് എടുത്ത് ക്രിട്ടിക്കലി എല്ലാവരും എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും പാരലലായിട്ട് കുറേ കാര്യങ്ങൾ നടക്കുന്ന ഒരു സിനിമ, കിയോട്ടിക് ആയിട്ടൊരു എൻ്റർടൈനറാണ് ഞങ്ങൾ സാഹസത്തിൽ ഞങ്ങൾ എന്താ പറയുക ഒരു സിനിമയായിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ തിയേറ്ററിൽ വരുന്ന എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ട്. അപ്പോൾ എന്താണ് ഒരു ഹെസിറ്റേഷൻ, അല്ലെങ്കിൽ ഞങ്ങൾ വിചാരിച്ച റെസ്പോൺസ് ഉണ്ട്, എന്നാലും ഞങ്ങളുടെ ഒരു റീച്ച് കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഹാപ്പി ആയിരിക്കും എന്നുള്ളൊരു ഫീലാണ്. അപ്പോൾ എനിക്കും എല്ലാവർക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പ്രിവ്യൂ കണ്ടപ്പോഴും ഓഡിയൻസ് ഇതെങ്ങനെ സ്വീകരിക്കും ഉള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ഫസ്റ്റ് ഷോ കഴിഞ്ഞ് ഞങ്ങളുടെ തിയേറ്റർ വിസിറ്റ്സും ഇന്നലെ ഞങ്ങളുടെ കുറച്ച് സെലിബ്രിറ്റി ഫ്രണ്ട്സിൻ്റെ കൂടെ തീർന്ന ഷോവും, സെലിബ്രിറ്റി ഷോ എപ്പോഴും യൂഷ്വലി അങ്ങനെ ചിരിയും കയ്യടിയൊന്നും കിട്ടാത്തൊരു ഷോ ആണ്. ബിക്കോസ് നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ളവർ അതിലും ക്രിട്ടിക്കൽ ആയിരിക്കുമല്ലോ. പക്ഷെ ഇന്നലെ തന്നെ ഞങ്ങൾ അവരെ ചിരിപ്പിച്ചെങ്കിൽ അത് ഞങ്ങളുടെ വിജയമായിരുന്നു. അപ്പോൾ ഇറ്റ് വാസ് ദ ടഫസ്റ്റ് ഓഡിയൻസ് ടു പ്ലീസ്. ഇന്നലത്തെ ഓഡിയൻസ് ആയിരുന്നു ഏറ്റവും ടഫ് ടു പ്ലീസ്. പക്ഷെ അവർ തന്നെ എൻജോയ് ചെയ്ത് നല്ല റിവ്യൂസ് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു സിനിമ ഓഡിയൻസിന് ഒരു പക്ക എൻ്റർടൈനറാണ്. കുട്ടികൾക്കും എല്ലാ ഏജ് ഗ്രൂപ്പിനും ഫാമിലിക്കും യങ്സ്റ്റേഴ്സിനും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സിനിമയാണ്. ഇതിൻ്റെ ഏത് മൂഡ് സോങ് ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര റീച്ച് വന്നു. ആ പാട്ടിന് വേണ്ടി പലവരും വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ വരുന്നവർക്കും വി ഹാവ് മോർ ടു ഓഫർ. സോ ഞങ്ങളൊരു അടിപൊളി മൂവി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്. റംസാൻ ലീഡായിട്ട് വരുന്ന ആദ്യ ചിത്രമാണ്. ബിപിൻ അശോകിൻ്റെ ഒരു എൻ്റർടൈനർ എന്ന് പറഞ്ഞൊരു സിനിമയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഒരു വലിയ സിനിമ അടുത്ത വീക്കെൻഡ് വരുന്നുണ്ട്. പക്ഷേ അതിനെയും മറികടന്ന് ഞങ്ങളുടെ സിനിമയെ വിജയിപ്പിക്കണം. താങ്ക് യു. ഹലോ, ഇവരെല്ലാവരും പറഞ്ഞതിൻ്റെ കൂടെ ചേർക്കാൻ തന്നെ ഞാൻ ആദ്യത്തെ ഷോ ഇറങ്ങിയപ്പോൾ ഞാനും ഹരി ഇങ്ങനെ ഒതുങ്ങി നിൽക്കുമായിരുന്നു. പക്ഷെ നമ്മളെ ഒരു 10-55 വയസ്സുള്ള ഒരു അപ്പൂപ്പൻ നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മളെ ഷെയ്ക്കാൻ വന്നിട്ട് എടാ കലക്കി അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞ് നമ്മളോട് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ അത് ഭയങ്കര സന്തോഷം തോന്നി. കാരണം അത്രയ്ക്ക് കൺഫ്യൂഷൻ ഡെവലപ്പ് ചെയ്യാൻ അവസരമുള്ള ഒരു സിനിമയിൽ അത്രയും പ്രായമുള്ളവർക്ക് വരെ മനസ്സിലാവുന്നുണ്ട്, അവർ എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ വിചാരിച്ചൊരു കോളേജ് പിള്ളേർക്ക് മാത്രമേ കണക്റ്റ് ആവുള്ളൂ എന്ന് പ്രതീക്ഷിച്ചടുത്ത് ഇത്രയും വൈഡ് ഓഡിയൻസിൻ്റെ അടുത്ത് എത്തുന്നുണ്ട്, എത്തിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ ഇനിയും സൂപ്പർ സ്റ്റാറുകളെയും അല്ലെങ്കിൽ ബിഗ് ബഡ്ജറ്റ് പടങ്ങളെയും മാത്രമല്ല സപ്പോർട്ട് ചെയ്യുന്ന മലയാളികളെന്ന് അറിഞ്ഞുകൊണ്ട് അതിൽ വിശ്വസിച്ചുകൊണ്ട്
ഇത് ഞങ്ങൾക്ക് ഇനി പ്രതീക്ഷയുണ്ട്, ഇത് ഇനിയും കൂടുതലടുത്തോട്ട് എത്തേണ്ട ഉണ്ടെന്ന് നമുക്ക് നല്ല വിശ്വാസമുണ്ട്. എത്തട്ടെ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക. ഇല്ല, ഈ പടം ബിബിൻ ചേട്ടൻ നമുക്ക് ചില പടങ്ങൾ നമുക്ക് ഈ പടം എത്രത്തോളം ഒരു റൂമിൽ അടച്ചിടുന്ന് മൊബൈൽ സ്ക്രീനിൽ കണ്ട വർക്കാവുമെന്ന് എനിക്കറിയില്ല. ഈ പടം ബിബിൻ ചേട്ടൻ ഇറക്കിക്കുന്നത് തിയേറ്ററിൽ വർക്കാവുന്ന ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാർ തിയേറ്ററിൽ ചിരിക്കുന്നുണ്ട്. അത് കണ്ടിട്ടാണ് പറയുന്നത്. ആൾക്കാരൊക്കെ ചിരിക്കുന്നുണ്ട്. ഒരു ക്രൗഡായിട്ട് വന്നിരുന്നുണ്ട്. നിങ്ങൾക്ക് പൊട്ടിച്ചിരിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരു എക്സ്ട്രാ ഓർഡിനറി പടമൊന്നും ഞങ്ങൾ ഇതുവരെ അവകാശപ്പെടുന്നില്ല. പക്ഷെ ഞങ്ങളുടെ പടത്തിന് പോരായ്മകളുണ്ട്. വളരെ കുറച്ച് പോരായ്മകളുണ്ടെന്ന് വിശ്വസിക്കുന്നു. പോരായ്മകളെല്ലാം കമൻസിലൊക്കെ വരുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അത് ഇങ്ങനെ ആയിപ്പോയി, അത് ശരിയാക്കണം അടുത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആസ് എ ഹോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടാനും ഭയങ്കരമായിട്ട് ചിരിക്കാനും ഒക്കെ പറ്റിയൊരു പടമാണ്. തിയേറ്ററിൽ തന്നെ എല്ലാവരും പോയി കണ്ടാൽ അത് വർക്കാവും. നിങ്ങൾക്ക് ഒരു ഫൺ മൈൻഡിൽ ചിരിച്ച് ഉല്ലസിച്ച് കാണണമെങ്കിൽ അത് തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഇനി ഒരുപാട് ആൾക്കാർ തിയേറ്ററിൽ പോയി കണ്ട് അതിൻ്റെ അഭിപ്രായം പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. നമ്മൾ ഒരുപാട് തിയേറ്റർ വിസിറ്റ് ചെയ്തപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായി. നമ്മൾ ആദ്യം നമ്മുടെ റിവ്യൂ ഷോ കണ്ടപ്പോൾ നമ്മൾ കുറേ ടെൻഷൻ അടിച്ചായിരുന്നു റിവ്യൂ ഷോ കണ്ടത്. ആൾക്കാർ ഇതെങ്ങനെ എടുക്കും എന്നുള്ളത്. വനിതയിൽ പക്ഷേ ഫസ്റ്റ് ഷോ ഒക്കെ കണ്ടതിന് ശേഷം ആൾക്കാർ ചിരിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ കോമഡിക്ക് ആൾക്കാർ ചിരിക്കും എന്നുള്ളൊരു സാധനം വന്നതിന് ശേഷം ഇപ്പോൾ കോൺഫിഡൻസോടെ പറയാം, നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണും. കാരണം നമ്മൾ ഓരോ ഓഡിയൻസിൻ്റെ റിയാക്ഷൻ കണ്ടതിന് ശേഷം എന്ന് പറയുന്നത് നിങ്ങൾ കാണും, കണ്ട് ഇഷ്ടപ്പെടും, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. തിയേറ്ററിൽ തന്നെ പോയി കാണണം. അങ്ങനത്തെ ഒരു പടമാണ്. താങ്ക് യു. ഇവിടെ ചെറിയൊരു കറക്ഷൻ കൂടെ പറഞ്ഞോട്ടെ. UA 13+ ആണ് സെൻസർ. അപ്പോൾ നേരത്തെ 16+ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. UA 13+ ആണ് സെൻസർ. പിന്നെ ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇപ്പം ഇവർ പറഞ്ഞു തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയാണ്, ഒരുപാട് സിനിമ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ഒരുപാട് എന്താ പറയുക ഇൻഡസ്ട്രിയിലുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ആളുകളല്ല ഞങ്ങൾ. പക്ഷെ ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചുകൊണ്ട് അത്യാവശ്യം നിങ്ങൾ എൻ്റർടൈൻഡ് ആവുന്ന ഉറപ്പുള്ളൊരു പ്രോഡക്റ്റ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ഞങ്ങൾ എന്താണോ വിചാരിച്ചത് അത് കിട്ടും എന്നും ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇനി ഇതൊരു വൈഡർ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ നിങ്ങളാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി ഇനി നിങ്ങൾ ചോദിക്കുമോ ഞങ്ങൾ പറയാം. 21 ഗ്രാംസ് പോലത്തെ ഒരു മലയാളത്തിൽ ബെഞ്ച് മാർക്ക് ചെയ്ത ക്ലൈമാക്സ് ട്വിസ്റ്റാണ്. അപ്പോൾ അതേപോലത്തെ ഒരു ഫിലിം ചെയ്തതിന് ശേഷം ഈ ഫിലിമിലേക്ക് അത് തന്നെ ജോണർ ഭയങ്കര വ്യത്യാസമാണ്. ഇത്രയും താരനിരകളുണ്ട്. അപ്പോൾ എന്താണ് ഒരു ചലഞ്ചായിട്ട് വന്നത്? അത് തന്നെ ഒരു ചലഞ്ചാണ്. 21 ഗ്രാംസ് ആയിരുന്നു എൻ്റെ ആദ്യത്തെ സിനിമ. ഓൾമോസ്റ്റ് ഇതേപോലെ തന്നെ വളരെ പ്രത്യേകിച്ച് വലിയ പരിചയങ്ങളും കോൺടാക്ട്സും ഒന്നും ഇല്ലാതെ ഒന്ന് ചെയ്ത സിനിമയാണ് 21 ഗ്രാംസ്. ഇതേപോലെ തന്നെയായിരുന്നു ആദ്യത്തെ 2-3 ദിവസം വളരെ വളരെ ലൈറ്റായിട്ട് തുടങ്ങി. പിന്നീട് ആളുകൾ ഏറ്റെടുത്ത് വേർഡ് ഓഫ് മൗത്തിലൂടെ ഭയങ്കര വിജയമായ 50 ഡേയ്സ് ഓടിയ അത്യാവശ്യം നന്നായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കിയ സിനിമയാണ് 21 ഗ്രാംസ്. വീണ്ടും ഒരു സേഫ് സോൺ സിനിമയായിട്ടൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറോ ഒരു ഡാർക്ക് ഫിലിമോ ചെയ്യണ്ട എന്നും നമുക്ക് എന്താ പറയുക കംപ്ലീറ്റ്ലി വേറൊരു ജോണർ ട്രൈ ചെയ്യണം. നമുക്ക് എല്ലാവർക്കും എൻ്റർടൈൻഡ് ആവുന്ന ഒരു ഹാപ്പി ചിൽ മൂഡ് കിട്ടുന്ന ഒരു സിനിമ ചെയ്യണം എന്ന് തന്നെ തീരുമാനിച്ചിട്ട് ആ സാഹസത്തിന് ഇറങ്ങിയതാണ്. അപ്പം അതിന് വേണ്ടിയിരുന്നത് അൺലൈക്ക് 21 ഗ്രാംസ് എനിക്കൊരു സെറ്റ് ഓഫ് ആളുകൾ ആവശ്യമുണ്ടായിരുന്നു. ടെക്നിക്കലിയും ഇൻ ഫ്രണ്ട് ഓഫ് ദ സ്ക്രീനും. അതായത് ഒരുപാട് നമ്മളുടെ ഈ പെർട്ടിക്കുലർ ജോണർ മനസ്സിലാക്കി ഈ ഡ്രീമിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു സെറ്റ് ഓഫ് ആളുകൾ എനിക്ക് ആവശ്യമുണ്ടായിരുന്നു. ആൻഡ് ഐ ഹവ് ഗോട്ട് ദീസ് പീപ്പിൾ. ഇവരാണ് സാഹസം ഇന്ന് ഈ കാണുന്ന സാഹസം ആക്കിയത്. അലോങ് വിത്ത് ടെക്നിക്കൽ ടീം. അവരുള്ളത് കൊണ്ട് അതൊരു വലിയ ചാലഞ്ചല്ല. അല്ലായിരുന്നെങ്കിൽ യെസ് ഒരു ചാലഞ്ചായിരുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് എന്താണെന്ന് അറിഞ്ഞാൽ പിന്നെ ഇതൊരു സാഹസമല്ല. ഇവർക്ക് കൃത്യമായിട്ട് അറിയാം ഇവർക്ക് ഏത് സ്ലോട്ടിലാണ് ഇരിക്കുന്നതെന്നും ആ സ്ലോട്ടിൽ ഇരുന്നുകൊണ്ട് അവരെന്താ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോണെന്നും അവർക്ക് നല്ല ധാരണ ഉണ്ടായിരുന്നു. അതുള്ളിടത്തോളം അതൊരു സാഹസമല്ല. അല്ലെങ്കിൽ പെട്ടെന്ന് മലയാളികൾക്കില്ലേ അൽത്താഫ് ബ്രോനും ചേട്ടനൊക്കെ കാണുമ്പോൾ ഒരു ചിരി വരാറുണ്ട്. പൊതുവെ അവർക്ക് പൊതുവെ ഒരു ഇഷ്ടം തോന്നുന്നുണ്ട്. അത് ഓൾറെഡി ട്രെയിലറിൽ റിവീൽ ചെയ്തതാണ്. പക്ഷെ അത് ട്രെയിലറിൽ റിവീൽ ചെയ്യാതെ തിയേറ്ററിക്കായിട്ട് സർപ്രൈസ് കൊടുക്കാൻ അങ്ങനെ തീരുമാനിക്കാറ്. എൻ്റെ ഒരു തോന്നലാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഗെയിൻ ഇതുപോലുള്ള റിലേറ്റീവ്ലി എന്താ പറയുക ടോപ്പ് നോച്ച് ആളുകളല്ലാത്ത ഞങ്ങളെപ്പോലുള്ള ആളുകൾ ചെയ്യുന്നൊരു സിനിമയ്ക്ക് അറ്റൻഷൻ സീക്കുക എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ട്. ആളുകൾക്ക് അറിയണം ഇങ്ങനെ ഒരു സിനിമ വരുന്നുണ്ട്, ട്രെയിലർ ഉണ്ട്, അത് നന്നായിട്ടുണ്ട്, ഇതുണ്ട്, അതുണ്ട്. ഓക്കെ, അപ്പം റിലീസിനൊന്ന് നമുക്ക് പോകാൻ തോന്നാൻ നമുക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സ് പടത്തിന് വെയിറ്റ് ചെയ്യാതെ കൊടുക്കേണ്ടി വരും.
അതല്ലായിരുന്നെങ്കിൽ ഓക്കെ, ഏതൊരു പുതിയ സിനിമ വരുമ്പോഴും അത് കൊടുക്കുമായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ അജുവിനെയും അൽത്താഫിനെയും ഒരു സർപ്രൈസ് ഫാക്ടറാക്കി വച്ചേനെ. അപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ചെയ്യാം. ഞാൻ പിന്നെ ട്രെയിലർ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആവാൻ വേണ്ടി ചെയ്തതാണ്. സിനിമ ഗംഭീരമായിരുന്നു, കണ്ടിട്ടുണ്ടായിരുന്നു. താങ്ക് യു. അപ്പോൾ എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് നമ്മൾ ഇറങ്ങുന്ന ഇപ്പോഴത്തെ ഒരു ജെൻസി പടങ്ങൾക്കെല്ലാം ഇപ്പോൾ ക്ലാസിക് സോങ്ങുകളുടെ വേറൊരു വേഷം കാണിക്കാറുണ്ട്. ഈ സിനിമയിലും ഇത് കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആ ട്രെൻഡ് ഫോളോ ചെയ്തേക്കാമെന്ന് കരുതിയിട്ടാണോ? അല്ല, ഈ പെർട്ടിക്കുലർ സിനിമയിൽ അത് കണ്ടാൽ മനസ്സിലാവും. അത് ഞങ്ങൾ ആ സീൻ ഡിസൈൻ ചെയ്ത് തന്നെ അങ്ങനെയായിരുന്നു. ബാക്കി ഒരു യൂഷ്വൽ സീൻ ഷൂട്ട് ചെയ്യുന്ന പോലെയല്ല ആ പെർട്ടിക്കുലർ സീൻ ഷൂട്ട് ചെയ്തത്. അത് ഉറപ്പായിട്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. എനിക്ക് ഉറപ്പാണ്. വേറെ ഒരു സീനാണെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇത് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ആ സീൻ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ അതൊരു മ്യൂസിക്കലി കമ്പോസ്ഡ് സീനാണ്. ആ മ്യൂസിക്കിൽ തന്നെ കമ്പോസ് ചെയ്തിട്ട് ആ മ്യൂസിക്കിൻ്റെ ഓരോ പോർഷൻസ് അതിനു വേണ്ടി റീഡിസൈൻ ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ ഡയലോഗ് സെറ്റിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം അത് ആദ്യം സീൻ ഉണ്ടാക്കിയിട്ട് ഒരു റീമിക്സിലേക്ക് പോയതല്ല. എനിക്ക് അവിടെ വേണ്ടിയിരുന്നത് ഒരു പഴയ റീകോൾ ആയിരുന്നു. അതുകൊണ്ട് ആ പാട്ട് സെലക്ട് ചെയ്തതാണ്. ഈ നാരായൺ ചേട്ടനെ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളായിട്ട് മലയാളികൾ കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ നാരായൺ ചേട്ടനെ ഈ കാസ്റ്റിലേക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം എന്താണ്? ഒന്നാമത്തെ കാരണം മലയാളികൾ കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തെ കാരണം നാരായൺ ചേട്ടൻ അതിൽ സേഫ് ആണെന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. ഞാൻ ആ ദിവസം പോയി കഥ പറഞ്ഞ് തുടങ്ങി ഒരു 2 സീൻ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ഞാൻ എന്തോ ഒരു പെർട്ടിക്കുലർ സീൻ ഇങ്ങനെ പുള്ളി മിററിൽ നോക്കിയിട്ട് പുള്ളിയോട് തന്നെ സംസാരിക്കുന്ന ഒരു സീൻ ഇങ്ങനെയാണ് ഇയാളോട് തന്നെ സംസാരിക്കുക എന്ന് പറയുമ്പോൾ പുള്ളി അറിയാതെ അത് പുള്ളിയുടെ മുഖത്ത് വന്നു എങ്ങനെ സംസാരിക്കാന്ന്. ഇപ്പോഴേക്കും വളയാൻ തുടങ്ങി. അപ്പോ സെറ്റ് അത്രേ ഉള്ളൂ. ഞാൻ വളരെ എൻജോയ് ചെയ്തൊരു സിനിമയാണ്. കഥ കേൾക്കുമ്പോൾ തന്നെ ഒന്നാമത് ഇങ്ങനത്തെ ഒരു ജോണർ വളരെ റെയറാണ്. ഇങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് വളരെയധികം എൻജോയ് ചെയ്തു. കുറേ വിഷയങ്ങളുണ്ട്. ഇദ്ദേഹം ഇത് എങ്ങനെ ഷൂട്ട് ചെയ്യും എന്നുള്ള ഒരു ചിന്ത മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പിന്നെ എൻ്റെ ഈ ക്യാരക്ടർ ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് അൺയൂഷ്വലായിട്ട് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് വരാറില്ല. സോ അത്രയും വളരെയധികം എൻജോയ് ചെയ്തു. ഈ പൊതുവെ മലയാളത്തിൽ വരുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ വളരെ ഫീൽ ഗുഡും സ്വീറ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. തമിഴിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഭയങ്കര റഫ് ആൻഡ് ടഫും സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും. അപ്പോൾ ഇതൊന്നും അല്ലാതെ എനിക്ക് ഹ്യൂമർ ഭയങ്കര ഇഷ്ടമാണ്. ബേസിക്കലി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജോണറിൽ ഒന്നാണ് ഹ്യൂമർ. ലവ് സ്റ്റോറിയുടെ പോലെ തന്നെ ഹ്യൂമർ. അപ്പം അങ്ങനത്തെ ഒരു സംഭവം കിട്ടി കഴിഞ്ഞാൽ ഐ എം വെരി ഹാപ്പി. അപ്പം അപ്പോഴാണ് ബിപിൻ ഈ ക്യാരക്ടറുമായിട്ട് വരുന്നത്. സോ വളരെ എൻജോയ് ചെയ്തിട്ടും പടം ചെയ്യുമ്പോഴും ആക്ട് ചെയ്യുമ്പോഴും ശരി, പടം കാണുമ്പോഴും തിയേറ്ററിൽ പിന്നെ ജനങ്ങളുടെ റെസ്പോൺസ് കാണുമ്പോഴും വെരി ഹാപ്പി. വളരെ സന്തോഷം. രാജി നമ്പ്യാർ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സിൽ ഒന്നാണ്. ശരി, താങ്ക് യു. ഈ കൂട്ടത്തിൽ ഏറ്റവും സീനിയർ നാരായൺ ചേട്ടനാണ്. ഈ കൂട്ടത്തിൽ ഇപ്പൊ ഏറ്റവും സീനിയർ നാരായൺ ചേട്ടൻ യങ് ടാലന്റ് ആണ് ഇതിൽ നായകനായിട്ട് വരുന്നത്. അപ്പൊ റംസാൻ അഡ്വൈസ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടായിരുന്നു? ഞാനോ? റംസാൻ ഒന്നാമത് അതിന് മുമ്പ് തന്നെ 2-3 സിനിമകൾ ചെയ്തു. മെയിൻ ലീഡായിട്ട് ഇപ്പോഴൊരു സിനിമയാണ് റംസാൻ്റെ പാർട്ട് വളരെ മനോഹരമായി ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞങ്ങളെല്ലാവരും തന്നെ. സോ റംസാൻ്റെ അടുത്ത് സത്യം പറഞ്ഞാൽ പടം കഴിഞ്ഞിട്ട് ഞങ്ങൾ സംസാരിച്ചു. കഴിഞ്ഞ 2 ദിവസം റംസാനെ ചോദിച്ചു എന്ന്. ഞാൻ പറഞ്ഞു ഒന്നും പറയാനില്ല, കാരണം എന്തെങ്കിലും ഒന്ന് സജഷൻ പറഞ്ഞെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് പോരാന്ന് തോന്നണ്ടേ. അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ മനോഹരമായി ചെയ്തു റംസാനും. പിന്നെ ഓഫ്കോഴ്സ് റംസാനെ ഡയറക്റ്റ് ചെയ്ത ഡയറക്ടറും പിന്നെ ഇതിലെ റൈറ്റിങ്ങിൻ്റെ ക്യാരക്ടറും. സോ റംസാൻ വാസ് വെരി ഗുഡ്. എനിക്ക് തോന്നുന്നു അവസാനം കാസ്റ്റ് ചെയ്ത ക്യാരക്ടേഴ്സിൽ ഒരാളായിരിക്കും ഞാൻ ഈ സിനിമയിൽ. സോ ഈ സിനിമയുടെ ആദ്യത്തെ 2-3 ദിവസത്തെ ഷൂട്ടിന്റെ സമയത്താണ് ഞാൻ ഈ കഥ കേൾക്കുന്നതും ഈ സിനിമയിലേക്ക് ഇന്നാവുന്നതും. സോ ബേസിക്കലി ഞാൻ ഈ സിനിമയിലൂടെ യെസ് പറയാൻ കാരണം ഈ സിനിമയുടെ സ്ക്രിപ്റ്റാണ്. ഞാൻ ഈ കഥ കേൾക്കുമ്പോഴേ എനിക്ക് തോന്നിയത് ഇനി ഈ ജോണറിൽ ചിലപ്പോൾ എനിക്ക് പടം വരണമെങ്കിൽ ഒരുപാട് കഴിയണമായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനൊരു പടം തന്നെ ഇറങ്ങാൻ ചിലപ്പോൾ കുറച്ച് താമസം എടുക്കും. സോ എനിക്കിത് മിസ് ചെയ്യേണ്ടതെന്ന് തോന്നി. അതുകൂടാതെ നമുക്ക് എന്തുകൊണ്ടും അറിയാം 21 grams എന്നുള്ളൊരു ബ്യൂട്ടിഫുൾ മൂവിയുടെ ഡയറക്ടറാണ് ഇത് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഇതൊരു സേഫ് ഹാൻഡ്സിലാണെന്ന് എനിക്ക് കൃത്യമായിട്ടുള്ള ബോധ്യം ഉണ്ടായിരുന്നു. പിന്നെ ചോദിച്ചത്
ഇതൊരു ലീഡ് എനിക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്നുള്ള രീതി ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് സിനിമ കണ്ടവർക്ക് അറിയാം, ഇത് എന്നിൽ മാത്രം നിൽക്കുന്ന ഒരു കഥയേ അല്ല. ഇതില് കഥ പറഞ്ഞു പോകുന്നത് എന്നിൽ കൂടെ ആണെങ്കിൽ പോലും ഇത് വൈഷു ചേട്ടന്റെയും ബാബു ചേട്ടന്റെയും നരയൻ ചേട്ടന്റെയും ഇവിടെ ഇരിക്കുന്ന ഹരി തൊട്ട് അപ്പുറത്തിരിക്കുന്ന ശബരീഷേട്ട വരെ സിനിമയാണ്. സോ എല്ലാവർക്കും ഈക്വലി ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് കൃത്യമായിട്ടുള്ള ബോധ്യവും എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പടം കമ്മിറ്റ് ചെയ്തത്. കാരണം എനിക്കറിയാം ആസ് ആൻ ആക്ടർ എന്നെ ലീഡ് ചെയ്തൊരു പടത്തിന് ടിക്കറ്റ് എടുക്കാൻ മാത്രം ഒരു പ്രോമിസിങ് ആക്ടർ ഞാൻ ആയിട്ടില്ല എന്ന് എനിക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. ആ ബോധ്യം ഉള്ളിടത്തോളം കാലം ഇപ്പം ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓഡിയൻസിൻ്റെ ഇടയിലോട്ട് ഓക്കെ ഹീസ് ഡൂയിങ് വെൽ എന്ന് കേൾക്കാനാണ്. അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞാനിത് കമ്മിറ്റ് ചെയ്യാൻ കാരണം ഇത്രയും ആർട്ടിസ്റ്റുകളും ഉണ്ട്, കൂടാതെ എല്ലാവർക്കും പെർഫോമൻസ് ചെയ്യാനുള്ള ഈക്വൽ സ്പേസ് ഈ സിനിമയിലുണ്ടെന്ന് കൃത്യമായിട്ടുള്ള ബോധ്യമുള്ളതുകൊണ്ടാണ്. നമ്മുടെ 21 ഗ്രാംസിലാണെങ്കിലും ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഇത്, ഇതിലാണെങ്കിലും അങ്ങനത്തെ ടൈപ്പ് ഷെയ്ഡുള്ള കഥാപാത്രം. പക്ഷെ എനിക്കിഷ്ടമായി. കാര്യം എനിക്കെപ്പോഴും ചിരിച്ച മുഖത്തോടെ നിൽക്കാനാണ് ഇഷ്ടം. അപ്പം നമ്മൾ ചാനൽ ഷോസ് ഒക്കെ ചെയ്യുമ്പോഴും എപ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോടുകൂടി, അല്ലെങ്കിൽ എൻ്റെ മുഖം കാണുമ്പോൾ ആൾക്കാർ ചിരിക്കണം, സന്തോഷിക്കണം, ഒരു നല്ല വൈബ് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിൽ നിൽക്കുന്ന ആളാണ് ഞാൻ. അപ്പം സിനിമയിൽ അല്ലെങ്കിൽ ഓരോ സിനിമ ചെയ്യുന്ന സമയത്ത് ഓക്കെ നമുക്ക് ആ ഒരു ബാരിയർ ബ്രേക്ക് ചെയ്യാന്ന് പറയുന്നത് ബ്രോ എപ്പോഴും ചിരിച്ച മുഖത്തോടെ കണ്ടിട്ടുള്ളൂ. ഇങ്ങനൊരു 21 ഗ്രാംസ് ചെയ്തപ്പം നിഖിൽ നാരായണൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ അയ്യോ പിന്നെ ജീവ അങ്ങനത്തെ ആളെ കൊല്ലുമെന്ന് ഒരമ്മ ചോദിച്ചായിരുന്നു. അപ്പം ഇതിൽ ജീവ എന്ന് ആരും പറഞ്ഞില്ല, റോണി എന്ന് പറയുന്നത് കേൾക്കുമ്പം തന്നെ ഭയങ്കര സന്തോഷമാണ്. അപ്പം നിഖിൽ നാരായണൻ അത് വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടായിരിക്കും റോണിയെ തന്നതെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അതോ വിടാതെ ലൈക്ക് പറയുക നടന്നുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ബട്ട് സ്റ്റിൽ എന്നെ സംബന്ധിച്ച് ഇപ്പം എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് റോണി എന്ന് പറയുന്ന ക്യാരക്ടർ. ഞാനിപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര പോസിറ്റീവ് മൈൻഡ് സെറ്റിലാണ് ഞാൻ ഇരിക്കുന്നത്. കാര്യം എനിക്ക് റോണി ഇഷ്ടമായി, അത് ജനങ്ങൾക്കും ഇഷ്ടമായെന്ന് പറയുമ്പോൾ സന്തോഷം. അടുത്തതിലും ചിലപ്പോൾ ഇതേപോലെയൊക്കെ തന്നെ ആയിരിക്കും. അതായത് ഞാൻ അടുത്തതിലുണ്ടെന്ന് കേട്ടാ. അതിനറിയത്തില്ല, ഇനി ഡയറക്ടറിന്റെ മനസ്സിൽ അങ്ങനെ ചിന്തകൾ വല്ലതുകൊണ്ടോന്ന് അറിയത്തില്ല. ഒരു സെക്കൻഡ് പാർട്ട് വരുത്തില്ലെന്ന് ആര് കണ്ടു? അഭിമന്യു ഒക്കെ ചെയ്തിരിക്കുന്ന റോള് പുള്ളി അധികം ഉപയോഗിച്ചിട്ടില്ലാന്ന് തോന്നി. കാരണം മാർക്കോയിലൊക്കെ അത്ര ഗംഭീരമായിട്ട് വില്ലനായിട്ട് വന്നതാണ്, ആ ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ ഉപയോഗിച്ചിട്ടില്ലാന്ന് തോന്നി. പക്ഷെ നെക്സ്റ്റ് പാർട്ടിലേക്കുള്ള ഒരു ലീഡ് പോലെ എൻഡിൽ കൊടുത്ത പോലെ തോന്നി. സോ സെക്കൻഡ് പാർട്ട് ഉണ്ടാവും. അല്ല, ഈ പാട്ട് അത്യാവശ്യം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടാൽ, നിങ്ങൾക്കൊക്കെ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവുന്നതിൽ കൗതുകമുള്ള പോലെ തോന്നിയാൽ ഒരുപാട് സാധ്യതകളുണ്ട്. കാരണം ഞാൻ എൻ്റെ കഥ ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പോൾ ഇവിടെ പറയുന്നില്ലെങ്കിലും അതിനകത്തൊരു ക്രിപ്റ്റോ കറൻസി ഇൻവോൾവ് ആണ്. ക്രിപ്റ്റോ കറൻസിയുടെ വാല്യൂ മേ ബി ഇതിനേക്കാളും ഡ്രാസ്റ്റിക്കലി വലിയൊരു എമൗണ്ടിലേക്ക് നാളെ മാറാൻ സാധ്യതയുള്ളൊരു സാധനമാണ്. അത് ഹോൾഡ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ സാധനമുണ്ട്. ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അത് എവിടെയാണെന്ന് കണ്ടെത്താൻ പറ്റുന്ന ഒരു ടെക്നിക്കൽ സാധനം അതിനകത്തുണ്ട്. ഞാൻ വിശദമായി ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് എൻ്റെ സ്പോയിലേഴ്സ് ആയിപ്പോണ്ടെന്ന് വെച്ചിട്ടുണ്ട്. അപ്പം സാധ്യതകൾ ഒരുപാടുണ്ട്. ഇതിനെക്കാട്ടും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സെക്കൻഡ് പാർട്ടിന്. പക്ഷെ ഒരു ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് സെക്കൻഡ് പാർട്ട് വേണമെന്ന് പ്രേക്ഷകന് തോന്നുന്ന ഒരു ദിവസമേ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കൂ. കുറച്ചു മുമ്പ് നരേൻ ചേട്ടൻ പറഞ്ഞ പോലെ ഇപ്പം മലയാളത്തിൽ വരുന്ന കഥാപാത്രങ്ങൾ ഇപ്പോഴും നോക്കുമ്പോൾ ഒന്നെങ്കിൽ നാടൻ കഥാപാത്രങ്ങൾ, ഇച്ചിരി കൂടുതൽ മനസ്സിലായിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ ആയിരിക്കും. അതേസമയം തമിഴിലേക്ക് വരുമ്പോൾ എൻ്റെ ഒരു ഗ്രാഫ് മാറുകയാണ്. ഇപ്പം ഹോട്ട്സ്പോട്ട് ചെയ്ത കഥാപാത്രമായാലും ശരി, സുഴിലെ ചെയ്ത കഥാപാത്രമായാലും ശരി, വളരെ ശ്രദ്ധിക്കപ്പെട്ട ക്യാരക്ടേഴ്സ് ആയിരുന്നു. അപ്പം ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ലെവൽ പെർഫോമൻസ് നമ്മൾ കണ്ടു. എപ്പോഴും തോന്നിയിട്ടുണ്ടോ എനിക്ക് പെർഫോം ചെയ്യാനുള്ള ഇച്ചിരി സ്പേസ് കിട്ടുന്ന അവിടെയായിട്ട് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു നമ്മൾ ചൂസ് ചെയ്യുന്ന ഓരോ കഥാപാത്രത്തിനും അതിൻ്റെതായ ഒരു റീസൺ ഉണ്ടാവും. അത് എസ്പെഷ്യലി ഞാൻ വളരെ സെലക്റ്റീവ് ആണ്. തമിഴിൽ തുടക്കം കുറിച്ചുകൊണ്ട് തന്നെ മലയാളത്തിൽ എനിക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം. ഇനിയും മലയാളം സിനിമയിൽ കുറെ കൂടെ സജീവമാവണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. ഇപ്പോൾ റൊമാൻസ് ജോണറാണ് എൻ്റെ ഫേവറേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് നമുക്ക് എല്ലാവർക്കും ഒരു എന്താ പറയുക ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റുന്ന ഒരു ജോണറാണ്. അപ്പോൾ ഒരിക്കലും അതിൽ സ്റ്റക്ക് ആവുന്നുണ്ടോ അല്ലെങ്കിൽ സ്പേസ് ഇതിൽ ബിബിൻ സാഹസം സിനിമ സേറ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ കുറിച്ച് അപ്രോച്ച് ചെയ്തപ്പോൾ തന്നെ
എന്നോട് പറഞ്ഞു സ്ക്രീൻ ടൈമിനേക്കാളും ഇതിൽ സേറ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഒരു കോർ. ജീവൻ മെയിൽ ലീഡിൻ്റെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് തന്നെ ഈ സേറ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയും ഓൺസോമ്പിൾ കാസ്റ്റ് ഉള്ള ഒരു സിനിമയിൽ എപ്പോഴും ലൈം ലൈറ്റ് എനിക്ക് മാത്രം വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ആക്ടർ അല്ല ഞാൻ. പൊതുവേ ലീഡ് റോൾസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും തമിഴിലും ഞാൻ അങ്ങനെ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് വളരെ നീറ്റി ആണെങ്കിൽ ഞാൻ എടുക്കാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ക്രാഫ്റ്റിൽ കുറച്ചുകൂടെ എനിക്ക് പണിയെടുക്കണം. റംസാൻ പറഞ്ഞ പോലെ ഓക്കെ, ഒരു പ്രോമിസിങ് ആക്ടറാണ് ഗൗരിക്ക് ഈ ഒരു കഥാപാത്രം ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എല്ലാ ഡയറക്ടേഴ്സിനും ഉണ്ടാവണം. അതെൻ്റെ ഓരോ ക്യാരക്ടേഴ്സ് പോർട്രേ ചെയ്ത് അവർക്കൊരു കോൺഫിഡൻസ് വരുത്താനാണ്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ തോന്നാറില്ല. ഒരു സിനിമയുടെ സോൾ, ഒരു ടോട്ടാലിറ്റിയിലാണ് നമ്മൾ ഓരോ തീരുമാനങ്ങളും എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്പേസ് കുറവോ അങ്ങനത്തെ ചിന്ത പൊതുവെ വരാറില്ല. ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു ആസ്ഥാന കോഴിന്നൊക്കെ? ഈ പ്രേമത്തിന് ഷർഫുക്ക ചെയ്ത കഥാപാത്രത്തിനേക്കാളും ഒരു ഹൈപ്പ് ഉണ്ടല്ലോ ഈ കഥാപാത്രത്തിന്. നീ കോഴിയാണോ? ആസ്ഥാന കോഴി, നമ്മൾ ഒരുപാട് കോഴികളെ കണ്ടിട്ടുള്ളതാണ്. അത്യാവശ്യം ചെറിയ ആസ്ഥാനം അല്ലെങ്കിലും ആ സ്ഥാനത്തുള്ള ഒരു കോഴിത്തരമൊക്കെ നമ്മൾ ആ പ്രായത്തിൽ ചെയ്തിട്ടുണ്ട്. ബാക്കിയുണ്ട്, ഇനിയും വേണമെങ്കിൽ ചെയ്യാം എന്നുള്ളതാണ്. അത് മനസ്സിലാക്കുക അത്ര. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. ഇപ്പം എന്താ പറയുക, നേരത്തെ റംസാൻ പറഞ്ഞ പോലെ ഈ സിനിമ തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പാണ് ഞാൻ സിനിമയിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ഞാൻ വേറൊരു സിനിമയുടെ ലൊക്കേഷൻ നിൽക്കുമ്പോഴാണ് ഇവരൊക്കെ വിളിച്ചിട്ട് പിന്നെ ഇതിൻ്റെ നിങ്ങൾ സിനിമ കണ്ടവർക്ക് അറിയാം, അത്ര ഈസി അല്ല. ഒന്ന് ഫോണിലൊക്കെ വിളിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു അത്ര ഈസി ആയിട്ടുള്ളൊരു കഥയല്ല. ഇതെടുത്ത് കാണിച്ച് ഫലിപ്പിക്കാൻ പറ്റിയൊരു കഥയാണ്. അപ്പം ഞാൻ ആകെപ്പാടെ ചോദിച്ചത് ബിബിൻ്റെ അടുത്ത്, എൻ്റെ ക്യാരക്ടർ എന്താണ്, ഇതാണ് എൻ്റെ ക്യാരക്ടർ, ഓക്കെ കൊള്ളാം, ഇത് പോയേ കിട്ടിയെന്നുള്ളത്. കാരണം ഇങ്ങനൊരു ക്യാരക്ടർ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. ഞാൻ എപ്പോഴും നോക്കുന്നത് കൂടുതൽ എൻ്റെ ഉള്ളിലുള്ള ആക്ടറിനെ എങ്ങനെയാണ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക, അങ്ങനെയുള്ള കഥാപാത്രങ്ങളെ ഞാൻ നോക്കണം. പിന്നെ ആക്ടേഴ്സ് ആർ ബെഗേഴ്സ്, നമുക്ക് വരുന്നതിൽ നിന്ന് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഒരു കോഴിയാവാൻ വേണ്ടി ഞാൻ കോഴിത്തരം പോയി മറ്റേ മെത്തേഡ് ആക്ടിംഗ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പം എൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു കോഴി കിടപ്പുണ്ടാവും, അതിനെ കുറച്ചൊന്ന് പുറത്തേക്ക് ഇട്ടു, ഇത്രയേ ഉള്ളൂ. അല്ലാതെ അതിന് വേണ്ടി ഒരു ട്രെയിനിങ് ഒന്നുമില്ല. അത് പ്രേക്ഷകർ കണ്ടിട്ട് പറയട്ടെ, അത്രത്തോളം കോഴി നന്നായിട്ടുണ്ടോ ഇല്ലയോ, ഓവറായിട്ടുണ്ടോ ഇല്ലെന്ന് എന്താണെന്ന് എനിക്ക് അവരുടെ വിമർശനങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ പറയാമല്ലോ, ധൈര്യമാണ്. അതിൽ നിന്ന് നമുക്ക് വിമർശനങ്ങളിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു ഭയങ്കര അടിപൊളി എന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ പോരായ്മകൾ എടുത്ത് കാണിക്കുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനുള്ളത്. വീഴ്ചകളിൽ നിന്നേ പഠിക്കുള്ളൂ, വിജയത്തിൽ നിന്ന് വളരെ വളരെ കുറച്ചേ പഠിക്കുള്ളൂ. അപ്പോൾ ഞാനിതിൽ എത്രത്തോളം പാഠം പഠിക്കും ഇല്ല എന്നുള്ളത് കണ്ടറിയാം. ചേട്ടാ, അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം നടക്കുന്നത് ടെക്നോളജി വളരെയധികം കൂട്ടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ OTT പ്ലാറ്റ്ഫോംസ് കൂടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വെബ് സീരീസുകൾ എണ്ണം കൂടുന്നു. തിയേറ്ററിലെ ആളുകളുടെ നല്ല സിനിമകൾക്ക് ആളുകൾ കയറുന്നുണ്ട്. ഇപ്പോൾ വേർഡ് ഓഫ് മൗത്തിലൂടെ ആളുകൾ കൂടുതൽ സിനിമകൾ ഹിറ്റാവുന്നുണ്ട്. എൻ്റെ ഒരു വിശ്വാസം അങ്ങനെയാണ് സിനിമ ഹിറ്റാവുന്നതാണ്. അതെ, തീർച്ചയായിട്ടും. പിന്നെ അത് തിയേറ്ററിൽ കാണാമല്ലോ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം ഒരു സിനിമ ഇറങ്ങിയാൽ ഇത്ര ദിവസത്തിനുള്ളിൽ OTT റിലീസ് ആകുമ്പോൾ തിയേറ്ററിൽ എന്തുകൊണ്ട് 150 രൂപ കൊടുത്ത് സിനിമ കാണണം എന്ന് ആളുകൾ ഇപ്പോൾ ചിന്തിച്ചു തുടങ്ങി. ആളുകൾ കൂടുതൽ ചിന്തിച്ചു തുടങ്ങി. അപ്പം ശരിയൊരു സിനിമയുടെ തിയേറ്റർ വാല്യൂ എന്നുള്ള ഒരു മൂല്യം നഷ്ടപ്പെട്ട തോന്നുന്നുണ്ടോ? അത് ട്രിക്കി ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അറിഞ്ഞൂടാ, നമ്മളിപ്പം എല്ലാം വീട്ടിലേക്ക് എത്തുന്ന ഒരു കാര്യമാണ്. ഭക്ഷണം വീട്ടിലേക്ക് എത്തുന്നു, ഊബർ ഉണ്ട്, വണ്ടി വീട്ടിലേക്ക്, എല്ലാം വീട്ടിലേക്ക് എത്തിച്ച് എല്ലാം വീട്ടിലേക്ക് അണ്ണാക്കിലേക്ക് കൊടുത്തോണ്ടിരിക്കുന്ന കാലമാണിത്. അപ്പോൾ സിനിമയും അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ തിയേറ്ററിന്റെ മൂല്യം കുറയുന്നുണ്ടോ എന്ന് വെച്ചാൽ ഡ്യൂറേഷൻ കുറയുന്നുണ്ട്. പണ്ട് 100 ദിവസം, 150 ദിവസം, 250 ദിവസം എൻ്റെ അടുത്തുള്ള തിയേറ്റർ, അതായത് ഞാൻ വടക്കൻ പറവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചു വളർന്നത്. അതിൻ്റെ അടുത്ത് എനിക്ക് റിലീസ് സെന്റേഴ്സ് ഉണ്ടായിരുന്നത് കൊടുങ്ങല്ലൂർ, പിന്നെ അല്ലെങ്കിൽ എറണാകുളത്തേക്ക് വരണം. കൊടുങ്ങല്ലൂരിൽ ഒരു 10 കിലോമീറ്റർ അപ്പുറത്തായിരുന്നു. അപ്പോൾ അവിടെ മുഗൾ എന്ന് പറഞ്ഞ തിയേറ്റർ ഉണ്ടായിരുന്നു, ഇന്നതൊരു മാളായി മാറി. അപ്പൊ അവിടേക്ക് പോകുമ്പോൾ അവര് ഇത് മെമന്റോസ് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ തെങ്കാശപ്പെടണം 250 ദിവസം, ചിത്രം ഇത്ര ദിവസം, അങ്ങനെ ഒരുപാട് മെമന്റോസ്. അത് ആ കാലം കഴിഞ്ഞു. അത് ഇനി ഉണ്ടാകുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അല്ലെങ്കിൽ ഈ OTTs എല്ലാം ചത്തു തൊലയണം, എന്നാൽ പിന്നെ അങ്ങനെയുള്ളൊരു കാലം വരും. അത് സംഭവിക്കുമല്ലോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇതിൽ നിന്ന് നമ്മൾ അടുത്ത ടെക്നോളജിയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പം തിയേറ്ററിന്റെ മൂല്യത്തിന് ആ ഡ്യൂറേഷൻ കുറെ ഉണ്ടാവും. പക്ഷെ അന്ന് 200 ദിവസം ഓടുന്നതിന്റെ കാശ് ഇന്ന് ചിലപ്പോൾ 50 75 ദിവസത്തിൽ നമുക്ക് കിട്ടും. കാരണം ടിക്കറ്റ്സിന്റെ റേറ്റ്സ് മാറി, എല്ലാം മാറി, അത് സെന്റേഴ്സ് കൂടി.
പണ്ട് കേരളത്തിലൊരു മാക്സിമം പോയിക്കുന്ന 45-50 സെന്റേഴ്സ് റിലീസിങ് സെന്റേഴ്സ് ഉണ്ടാകുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മൾക്ക് സാഹസത്തിന് എത്ര സെന്റേഴ്സ് ഉണ്ട് റിലീസ്? 130 സെന്റേഴ്സിൽ റിലീസ് ഉണ്ട്. അപ്പോൾ ആ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് മൂല്യം ഡ്യൂറേഷൻ എന്തായാലും കുറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ചില പടങ്ങളൊക്കെ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ OTT ആയിട്ട് സൈൻ ചെയ്തിട്ടാണ് ഇറങ്ങുക. ഇത്ര ദിവസം കഴിഞ്ഞ് OTT-യിലേക്ക് വരും എന്നുള്ളത്. അത് കഴിഞ്ഞും തിയേറ്ററിൽ ഓടിക്കുന്നുണ്ട് ആ സിനിമ, പക്ഷെ അതിൽ കഥയില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച്, ഒരു കലാകാരനെ സംബന്ധിച്ച് ആ കല ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ അംഗീകാരം. തീർച്ചയായിട്ടും. അപ്പം പക്ഷെ പലപ്പോഴും നമ്മൾ ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യം നോക്കി വെച്ചാൽ അർഹതയുള്ളവർ അംഗീകാരമില്ല, അംഗീകാരം കിട്ടുന്നവർ വേണ്ട അർഹതയുണ്ടോ എന്നുള്ള സംശയമാണ്. അപ്പം എപ്പോഴും തോന്നിയിട്ടുണ്ടോ ആരും ഉദ്ദേശിച്ചത്? ഇപ്പോഴത്തെ നാഷണൽ അവാർഡ് അനൗൺസ് ചെയ്തല്ലോ, അപ്പൊ പ്രേക്ഷക മനസ്സുകളിൽ നാഷണൽ അവാർഡ് എനിക്കറിഞ്ഞൂടാ. പണ്ട് തൊട്ടേ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള നാഷണൽ അവാർഡാണ് അയാൾക്ക് കിട്ടിയത് നമ്മൾ വിചാരിക്കും. അപ്പുറത്ത് നിൽക്കുന്നവർ അങ്ങനെ ആയിരിക്കില്ല ചിന്തിക്കുന്നത്. നമ്മളിപ്പം ഇത്തവണത്തെ നാഷണൽ അവാർഡ് എനിക്ക് ഉദ്ദേശിച്ച ചോദ്യത്തിന്റെ ഇത് മനസ്സിലായി. ഇതിൽ രാഷ്ട്രീയത്തിൽ ഇത് പണ്ട് തൊട്ടേ ഉണ്ട്. നമ്മൾ ഇന്ന് പെട്ടെന്ന് ഇത് മിനിഞ്ഞാന്നുണ്ടായിട്ടുള്ളൊരു കാര്യമൊന്നുമില്ല. അതില് എല്ലാ അവാർഡ്സിന്റെ പുറകിലും പ്രത്യേക അജണ്ടകൾ, എല്ലാ അവാർഡ്സിന്റെ പുറകിലും ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഏറ്റവും വലിയ അവാർഡ് എന്ന് പറയുന്നത് ഒരു പ്രേക്ഷകൻ, സാധാരണ ഒരു പരിചയമില്ലാത്ത ഒരാൾ റോട്ടിൽ കൂടി ഇറങ്ങി നടക്കുമ്പോൾ മോനെ പടം കണ്ടു അതിനേക്കാൾ വലിയൊരു അവാർഡില്ല. ഞാനത് ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. ഫസ്റ്റ് പടത്തിലത്തെ പ്രേമത്തിൽ തന്നെ അതിനേക്കാളും വലിയൊരു അവാർഡില്ല. ബാക്കി എന്ത് അവാർഡാണെന്നുണ്ടെങ്കിൽ അത് പ്രഹസനം മാത്രമാണ്, ഇൻക്ലൂഡിങ് നാഷണൽ അവാർഡ്സ്, സ്റ്റേറ്റ് അവാർഡ്സ് ആൻഡ് വാട്ട് എവർ ദ ഹെക്ക്. അതിന് ഓക്കെ, അതിലൊരു കളറും ഗ്ലാമറും ഒക്കെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതല്ല മെയിൻ ആയിട്ടുള്ള കാര്യം. അതിനേക്കാൾ വലുതാണ് ജനങ്ങളുടെ വായിൽ നിന്ന് വരുന്ന അഭിപ്രായം. രാജേട്ടന്റെ അടുത്ത സുഹൃത്താണ് നരേൻ ചേട്ടൻ. എല്ലാവരും രാജേട്ടൻ നാഷണൽ അവാർഡ് അനൗൺസ് ചെയ്തപ്പോ രാജേട്ടന്റെ ഫിലിം ആടുജീവിതമാണ് കൂടുതലായിട്ട് ചർച്ച ആവുന്നത്. നരേൻ ചേട്ടൻ കണ്ടിട്ടുണ്ടാവും. ആടുജീവിതത്തിന്റെ പേരിൽ ഒരു അവാർഡ് പോലും കൊടുത്തിട്ടില്ല. അതൊരു ഭയങ്കര സർപ്രൈസിങ് ഫാക്ടർ ആയിരുന്നു. അത് നമുക്കാർക്കും വലിയ സന്തോഷമുള്ള കാര്യമല്ലായിരുന്നു. അത് എന്ത് ചെയ്യും? അല്ല, നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു? അല്ല, ഇതിനെ കുറിച്ച് സംസാരിച്ചില്ല. കാരണം അങ്ങനത്തെ ഒരു സമയത്ത് ഞാൻ വിളിച്ചെന്ത് പറയാനാ. അപ്പോൾ പിന്നീട് ഒരിക്കൽ സംസാരിക്കാനെ പറ്റി. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് ഇപ്പോൾ മാത്രമല്ല, എനിക്ക് തോന്നുന്നു 90s എനിക്ക് ഓർമ്മ ഇപ്പോഴും ചില അവാർഡ്സ് ഒക്കെ തരുമ്പോൾ നമുക്ക് തോന്നും ഇതെങ്ങനെ ഇയാൾക്ക് കിട്ടി, അല്ലെങ്കിൽ ചിലർ അതൊക്കെ അതിന് വേറെ പല കാര്യങ്ങളും നമുക്കറിയാത്ത കാര്യങ്ങളായിരിക്കും. അത് ഇറ്റ് ഈസ് ഫോളോയിങ് ഈവൻ നൗ, അത്രയേ ഉള്ളൂ. അത് പിന്നെ ഈ പറഞ്ഞ പോലെ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ്. നമുക്ക് തോന്നുന്നതും നമ്മൾ ചിന്തിക്കുന്നത് ശരിയെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ ചേട്ടാ, ഇപ്പോൾ ഉർവശി മാം വളരെ ശക്തമായ ഒരു നിലപാടാണ് അതിൽ എടുത്തിട്ടുള്ളത്. കാരണം ഒരാളുടെ അഭിനയം അളക്കാനുള്ള അളവ് പോലെ എവിടെയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഒരു 2, 3, 4 വ്യക്തികൾ ചേർന്ന് തീരുമാനിക്കുന്നതല്ലല്ലോ ഒരാളുടെ. അത് നിങ്ങളല്ലേ ചോദിക്കേണ്ടത്, നമ്മളല്ലോ. നിങ്ങൾ മീഡിയ ആയിട്ടുള്ള നിങ്ങളാണ് അത് ചോദിക്കേണ്ടത്. നിങ്ങൾ അത് ചോദിച്ചു, നിങ്ങൾ അതിന് ഉത്തരം കണ്ടെത്തണം. എപ്പോഴും തോന്നിയിട്ടുണ്ടോ പല നിഗമനങ്ങളും എടുക്കുന്നത് തെറ്റുകളാണ്? ഉറപ്പായിട്ടും എപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്ക് തന്നെ 1-2 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് പലതിലും സംസാരിച്ചു, ഇങ്ങനെ ഒരു ഇതിന് പെർഫോമൻസിന് ഫിലിം ഫെയർ നിങ്ങൾക്കാണെന്നൊക്കെ പറഞ്ഞു ബൊക്കെ വരെ കൈ കിട്ടി. പിന്നെ സോറി നിങ്ങൾക്കല്ല എന്ന് പറഞ്ഞ് കൈ എടുത്തിട്ട് ഭയങ്കര സർപ്രൈസ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അനുഭവിച്ചു. ഇതൊക്കെ അതാ പറഞ്ഞത്. അതിനെക്കുറിച്ച് നമ്മൾ ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും ആക്റ്റീവായിട്ട് നമുക്കൊരു ക്യാരക്ടർ കാണാൻ സാധിക്കും. ശരിക്കും നമ്മളൊരു കമ്പാക്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്ന ഒരു പവർ ബാക്ക് ഒരു ക്യാരക്ടർ ഉണ്ടാവും. ഇതാണ് പ്രേക്ഷകരിലേക്ക് എനിക്ക് എത്തുന്നത്, ഞാൻ എൻ്റെ തിരിച്ചുവരവ് ഇങ്ങനെയാണ് എന്നുണ്ടാകുന്ന സിഗ്നേച്ചർ ഉണ്ടല്ലോ, അതിനായിരുന്നു വെയിറ്റ് ചെയ്തത്. ആക്ച്വലി ഇത് തിരിച്ചു വരുമെന്ന് പറഞ്ഞാൽ ഞാനിവിടെ തന്നെ ഉണ്ട്, എങ്ങും തിരിഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ട് ഓരോ ഫിലിം കഴിയുമ്പോഴും ഒരു ഗ്യാപ്പ് വരുമ്പോൾ ഇത് തിരിച്ചു വരും. അപ്പോൾ കഴിഞ്ഞ ഒരു 4-5 സിനിമയായിട്ട് തന്നെ തിരിച്ചു വരവ് എന്നാണ് പറയുന്നത്. ഇനിയെങ്കിലും ഈ തിരിച്ചു വരവ് എന്നുള്ള വാക്ക് ഈ സാഹസത്തോടെ നിർത്തും എന്നാണ് എൻ്റെ വിശ്വാസം. എങ്ങനെ ഒരു ക്യാരക്ടർ യൂസ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ എല്ലാ മലയാളികളും പ്രസംഗം നിൽക്കുമ്പോൾ പട്ടാളത്തിലെ കഥാപാത്രമാണ്. അപ്പം ആ ഒരു ക്യാരക്ടർ അതേപോലെ ഹുക്ക് ചെയ്തൊരു കഥാപാത്രമാണത്. അപ്പം അതേപോലെ ഈ സ്ക്രിപ്റ്റുകൾ കേൾക്കുമ്പോൾ എനിക്ക് അതേപോലത്തെ ഒരു കഥാപാത്രം കിട്ടിയിരുന്നെങ്കിൽ അതുപോലെ പ്രേക്ഷകരിലേക്ക് എത്തിയിരുന്നെങ്കിൽ എന്ന് ചോദിക്കുന്ന ഒരു മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ?
എങ്ങനെയാ പട്ടാളം പോലൊരു ക്യാരക്ടർ? അതുപോലെ ക്യാരക്ടർ ഹുക്ക് ചെയ്യുന്നല്ലോ ആളുകളുടെ മനസ്സിൽ ഇനി എന്റെ പേര് കേൾക്കുമ്പോൾ ഈ കഥാപാത്രമായിരിക്കണം ആളുകൾ ഓർക്കേണ്ടത് എന്നല്ലോ. തീർച്ചയായിട്ടും. ഇപ്പൊ ഇതിനകത്ത് ഈ സാഹസത്തിൽ തന്നെ ലേഡി ഗാഗ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു ഉടനീള കഥാപാത്രം അല്ലെങ്കിലും വളരെ ശക്തമായിട്ട് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ഇതിൽ. അതിലൊരു ഇമ്പാക്റ്റ് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളത് ഞാൻ ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന് കാണുമ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഓഡിയൻസിന്റെ കൂടെ ഇരിക്കുമ്പോൾ അവരുടെ റിയാക്ഷൻ കാണുമ്പോൾ അതിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളൊരു ഇത് എനിക്ക് കിട്ടുന്നുണ്ട്. അതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. ജീവക്ക് ആങ്കർ എന്ന നിലയിലാണ് ഓഡിയൻസിന്റെ കൂടുതലായി ഇഷ്ടം സമ്പാദിച്ചിട്ടുള്ളത്. പിന്നെ അതിനുശേഷം യൂട്യൂബ് വീഡിയോസ്, നിങ്ങളുടെ കോംബോ വീഡിയോസ്, അപ്പൊ അതിന് ഇപ്പൊ നടൻ എന്ന നിലയിൽ എത്രത്തോളം പ്രേക്ഷകർ ഇഷ്ടം സമ്പാദിക്കുന്നുണ്ട്? അവരെ നേരിട്ട് അങ്ങനെ പറയുന്നുണ്ടോ? അറിയത്തില്ല ബ്രോ, അതെങ്ങനെയാണ് അവരത് എന്നോട് എക്സ്പ്രസ് ചെയ്യുന്നതെന്നുള്ളത് അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിലാണ് ഞാൻ. ഓരോ സിനിമ അങ്ങനെ കാണുന്നത്. സിനിമയാണ് നമ്മുടെ കുഞ്ഞുനാൾ മുതൽ നമ്മുടെ ആഗ്രഹവും നമ്മുടെ ലക്ഷ്യമൊക്കെ അതായിരുന്നു. എപ്പോഴും പറഞ്ഞു ഞാനൊരു ആക്സിഡൻ്റൽ ആങ്കറാണ്, പക്ഷേ ഞാനത് ഏറ്റവും എൻജോയ് ചെയ്യുന്നൊരു പ്രൊഫഷനാണ്. ഒരു സൈഡിൽ സിനിമ ആണ് എപ്പോഴും ആഗ്രഹം, എപ്പോഴും ഇഷ്ടം അതാണ്. നല്ല നല്ല ക്യാരക്ടർ റോൾസ് ചെയ്യുക. നമ്മുടെ ഇൻ്റർവ്യൂസിൽ പറഞ്ഞിരുന്നു ഈ പ്രോസസ്സ് നമുക്ക് വഴങ്ങുമോ എന്നുള്ളത് അറിയണം. നമ്മളൊരു ആക്ടറായിട്ട് അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റായിട്ട് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ, നമുക്ക് ഈ പ്രോസസ്സ് വഴങ്ങുമോ എന്നുള്ളൊരു ഒരു അവസ്ഥയിലാണ് ഞാൻ. അപ്പോൾ കിട്ടുന്ന ക്യാരക്ടേഴ്സ് അങ്ങനെ ചൂസ് ചെയ്യാനൊന്നും ഒരുപാട് ഓപ്ഷൻസ് ഇല്ല. നമുക്ക് വരുന്ന ക്യാരക്ടേഴ്സ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഓപ്ഷൻ. കാര്യം എനിക്ക് സിനിമ അത്ര ഇഷ്ടമാണ്. ഓരോ ക്യാരക്ടർ ചെയ്യുമ്പോഴും അത് എന്നെക്കൊണ്ടാവുന്ന വിധം നന്നാക്കാൻ ശ്രമിക്കുക. അപ്പം അത് കണ്ടിട്ട് പിന്നെ സത്യസന്ധമായ ഫീഡ്ബാക്സുകൾ പറയുക. അത് കണ്ട് അങ്ങനെ കിട്ടുന്ന കുറേ ഫീഡ്ബാക്സുകളായിട്ട് അടുത്ത ക്യാരക്ടർ വരുമ്പോൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഞാനിപ്പോൾ സിനിമയെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ക്യാരക്ടർ ഉറപ്പായിട്ട് ചെയ്യണമെന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഒരുപാട് ചോയ്സസ് ഇല്ലാത്തതുകൊണ്ട് വരുന്ന ക്യാരക്ടേഴ്സ് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ ക്യാരക്ടേഴ്സും എല്ലാ സിനിമയും പിന്നെ നല്ലതായിട്ട് കാണാനും അങ്ങനെ കാണുന്ന ഒരാളാണ്. എനിക്ക് എല്ലാ സിനിമയും ഇഷ്ടമാണ്. അതുകൊണ്ട് ഏത് സിനിമയാണെങ്കിലും ഏത് ക്യാരക്ടറാണെങ്കിലും എനിക്കിഷ്ടമാണ്. അപ്പം നോക്കട്ടെ, നാളെ ചിലപ്പോൾ എനിക്ക് വഴങ്ങത്തില്ലായിരിക്കും, അല്ലെങ്കിൽ നീ മറ്റേ ആങ്കറിങ് പണീനെ മതി അത് ചിലപ്പോൾ പറയുമായിരിക്കും. ലെറ്റ് സീ, നോക്കാം. ഞാനിപ്പോൾ ഇത് ആ പ്രോസസ്സിലാണ്. നോക്കട്ടെ വഴങ്ങുമെന്നുള്ളത്. ഇപ്പം റോഡിൽ വഴങ്ങിയും തോന്നുന്നു. ഈ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്? ഇപ്പോൾ രണ്ടാമത്തെ ഫിലിമാണ് ബ്രോയുടെ കൂടെ ചെയ്യുന്നത്. ഇൻഡസ്ട്രിയിലെല്ലാം മാത്രമല്ല ബ്രോ, ലൈഫിൽ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അത് നമുക്ക് എപ്പോഴും ഒരു മുതൽക്കൂട്ടാണ്. നമ്മൾ എവിടെയായിരുന്നാലും നമുക്ക് പോയി ചൂസ് ചെയ്ത് എൻ്റെ നീളത്തിലും വലുപ്പത്തിലും ഇന്ന സ്വഭാവത്തിൽ ഇന്ന പോസിറ്റീവ് കാര്യങ്ങളുള്ള ഇന്ന കാര്യങ്ങളുള്ള ഒരു ഫ്രണ്ട് വേണം നമ്മൾ ചൂസ് ചെയ്യല്ല. ഫ്രണ്ട്സ് നമ്മുടെ ജീവിതത്തിൽ വന്ന് സംഭവിക്കുന്നതാണ്. നമ്മുടെ യാത്രയിൽ ഒരുപാട് പേര് നമ്മുടെ കൂടെ വരും. നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നവർ നമ്മുടെ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ നന്നായാലും നമ്മൾ മോശമായാലും അവർ നമ്മുടെ കൂടെ ഉണ്ടാവും. അങ്ങനെ ഫ്രണ്ട്സിനെ ഞാൻ അങ്ങനെയാണ് ആഗ്രഹിക്കുക. അത് ഇപ്പോൾ ഏത് ഫീൽഡാണേലും അതിനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്പേസാണ് സിനിമ എന്ന് പറയുന്നത്. നല്ല സൗഹൃദങ്ങളിൽ നിന്ന് ഒരുപാട് നല്ല സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. എത്രയോ സിനിമകൾ ഉണ്ടായിട്ടുണ്ട് നല്ല സൗഹൃദങ്ങളിൽ നിന്ന്. ഈ സൗഹൃദത്തിൽ നിന്നും അങ്ങനെ ഒരുപാട് നല്ല സിനിമകൾ വരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കാര്യം ഈ സാഹസത്തിൻ്റെ 10 ദിവസത്തെ ക്ലൈമാക്സിൽ അവിടെയാണ് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുന്നത്. ഞങ്ങൾ ഒരുമിച്ച് ഒരു ലക്ഷ്യമാണ്, സാഹസം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണ്. അവിടെ തുടങ്ങിയാണ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്. ഞങ്ങൾ ഇരിക്കുന്ന ഞങ്ങൾക്കിപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് അറിയാം. ഒരു കുടുംബം പോലെയാണ്. എല്ലാവരും നന്നായി കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും ഇരിക്കുന്നത്. അപ്പം ഇന്ന ആളുടെ ക്യാരക്ടർ നന്നായി എന്ന് ഒരു പ്രേക്ഷകൻ്റെ അടുത്തുനിന്ന് കിട്ടുമ്പോൾ പപ്പൻ്റെ അടിപൊളി എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം വേറെയാണ്. അതേപോലെ തന്നെ ലുട്ടൻ അടിപൊളി എന്ന് പറയുമ്പോൾ ലുട്ടൻ്റെ കൗണ്ടർ കേൾക്കുമ്പോൾ അതിൻ്റെ മൊത്തത്തിൽ ചെയ്തു വരുമ്പോൾ നമുക്ക് അത്രയും സന്തോഷമാണ്. ഇത് ഫ്രണ്ട്ഷിപ്പിൽ അങ്ങനെ വർക്ക് ചെയ്തൊരു സിനിമയാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ പാതിരാത്രി രാത്രി 7 മണി മുതൽ രാവിലെ 7 മണി വരെ ഒരു മടിയില്ലാതെ ആ ഫ്രണ്ട്ഷിപ്പിന്റെ ബലത്തിലാണ് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഈ മേഖലയായ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. ഹൈ പപ്പ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ എല്ലാവരും വളരെ സൗഹൃദപരമായാണ് ഷൂട്ടിന് നമ്മൾ എൻജോയ് ചെയ്തൊരു ഷൂട്ടായിരുന്നു. അത് ഭയങ്കര നല്ല രസമായിരുന്നു.
ഇതിനു മുൻപ് നിവിൻ പോളിയുടെ ഒക്കെ ഒപ്പം ഫ്രണ്ടായിട്ട് അല്ലെങ്കിൽ കോളേജ് മേറ്റ് ആയിട്ടൊക്കെ അഭിനയിച്ച് അപ്പൊ ഈ സാഹസത്തിലേക്ക് വരുമ്പോൾ എൻ്റയർലി ഒരു നെക്സ്റ്റ് ജനറേഷൻ തന്നെ പറയാം, അല്ലെങ്കിൽ ജെൻസി കൈൻഡ് ഓഫ് ഉള്ളവരാണ്. ഇതിനു മുൻപ് പ്രാവൻകൂട് ഷാപ്പിലൊക്കെ ഭയങ്കര റോ ആയിട്ടുള്ള ക്യാരക്ടറൊക്കെ കണ്ടിരുന്നു. ഇതിലേക്ക് വരുമ്പോൾ ഈ കൂക്കി കൈൻഡ് ഓഫ് സംഭവം ചെയ്യാൻ അതപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്ന് ജനറേഷൻ എന്ന് പറയുന്നത് ഈ പ്രായം കുറവുള്ള ആൾക്കാർ എന്നുള്ള അർത്ഥത്തിലാണ്, പക്ഷെ ഒരു ജനറേഷൻ ഗ്യാപ്പ് ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പൊ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾക്കാർ ഇതിൽ കാർത്തിക്കും ഹരിയും ആയിരിക്കും. അവര് 20-22 വയസ്സുള്ള ആൾക്കാരാണ്, പക്ഷെ ഒരു ജനറേഷൻ ഗ്യാപ്പ് ഇല്ല. അതുകൊണ്ട് വളരെ എളുപ്പമായിരുന്നു കാര്യം. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ നമ്മള് പ്രേമത്തിന് ശേഷം ഒരുപാട് ആക്ടേഴ്സ് അതിന് തന്നെ വന്നിട്ടുണ്ട്. ഇപ്പൊ തണ്ണീർമത്തൻ ഞാൻ അഭിനയിച്ചൊരു സിനിമയാണ്, അതിൽ നിന്ന് ഒരുപാട് പേരുണ്ട്. മാത്യൂസ്, നസ്ലി തൊട്ടുള്ള അനശ്വര, അതിനുശേഷം മാമിത വന്നു. ഇവരെല്ലാവരും എന്നെക്കാളും ഏജ് കുറഞ്ഞിട്ടുള്ള ആക്ടേഴ്സ് മാത്രമേ കണക്കിലെടുക്കുന്നുള്ളൂ. പക്ഷെ ഒരു ജനറേഷൻ ഗ്യാപ്പ് വന്നിട്ടില്ല. അത് വരുന്ന സമയത്ത് അത് കുറച്ചും കൂടി സീനിയേഴ്സ് ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വന്നിട്ടുണ്ടാവാം. അതായത് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നിറഞ്ഞു നിന്നത്. ഇപ്പം ഇതിന് തൊട്ടുമുമ്പ് ഞാൻ ധീരൻ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിരുന്നു. അതിൽ ജഗദീഷ് ചേട്ടൻ, അശോകൻ ചേട്ടൻ, സുധീഷ് ചേട്ടൻ, മനോജ് കെ ജെ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആൾക്കാർ, അവർക്ക് ഒരു ജനറേഷൻ ഗ്യാപ്പ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻ ടേംസ് ഓഫ് ആക്ടിങ്ങിനെ കുറിച്ച് തന്നെ പറയാം. ഒരു ആക്ടിങ് സ്റ്റൈലിൽ മാറിയിട്ടുണ്ട്, ഒരു പ്രസന്റേഷനിൽ മാറി, ടെക്നോളജിയിൽ മാറിയിട്ടുണ്ട്. ആ ഒരു വ്യത്യാസം പ്രേമത്തിന് ശേഷം ഇന്നിവിടെ നിൽക്കുമ്പോൾ ഈ പ്രായത്തിലുള്ള ആക്ടേഴ്സിനൊപ്പം നിൽക്കുമ്പോൾ ഫീൽ ചെയ്യുന്നില്ല. അത് വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. പിന്നെ എന്താണ് പ്രാവിൻകൂടിനെ കുറിച്ച് എന്താ ചോദിച്ചത്? അത് പടം തന്നെ എങ്ങനെയല്ലേ? കാരണം ശ്രീരാജ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഡയറക്ടറിനെ ഞാൻ വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് സിനിമ ഓണാക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ആളായിരുന്നു ശ്രീരാജ് എന്ന് പറഞ്ഞാൽ. ആ പടം തന്നെ വളരെ റോവായിട്ടുള്ള എല്ലാവരുടെയും ക്യാരക്ടേഴ്സ് അങ്ങനെയല്ലേ. ഒരു കള്ള് ഷാപ്പാണ് പ്രാവിൻകൂടി ഷാപ്പ് എന്ന് പറഞ്ഞാൽ. കള്ള് ഷാപ്പിൽ നടക്കുന്ന ഒരു ഇൻസിഡന്റ് ആണ് ആ പടത്തിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതില് ശ്രീരാജ് എന്റെ ക്യാരക്ടറുണ്ട്, തോട്ട ബിജു എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അയാൾ നാട്ടിലെ ഒരു ഗുണ്ടയാണ്. അയാള് ഇതൊക്കെ ഓടിക്കുന്ന വണ്ടിയൊക്കെ ഓടിക്കുന്ന ഒരു ഡ്രൈവറാണ്. പക്ഷെ എങ്കിലും നാട്ടിൽ അത്യാവശ്യം ഗുണ്ടായസൊക്കെ കാണിച്ച് ഒരുപാട് കേസൊക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ്. ജയിലൊക്കെ കയറിയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഒറ്റ നോട്ടത്തിൽ ഒരു കള്ള് ഷാപ്പില്ല, ഡെയിലി വൈകുന്നേരം ഒരു 4-5 കുപ്പി കള്ള് കുടിക്കുന്ന ഒരാളുടെ ലുക്ക് വേണം, മറ്റും ഭാവവും വേണം. ഇതൊക്കെയായിരുന്നു എനിക്ക് തന്നിരുന്ന ഒരിത്. എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും അതിന് വേണ്ടി ഞാൻ കള്ളു കുടിക്കുന്ന ഒരാളല്ല. ഒരു ഗ്ലാസ് കള്ളു കുടിച്ചാൽ തന്നെ ഞാൻ അപ്പോൾ തന്നെ ഛർദ്ദിക്കും, സത്യമായിട്ട് പറഞ്ഞോട്ടെ. ഇനിയിപ്പോൾ അതെ. അപ്പം അതിലെല്ലാ ക്യാരക്ടേഴ്സും, ഇപ്പം സൗബിന്റെ ക്യാരക്ടർ എടുത്ത് നോക്കിയോ, ശിവജിത്തിന്റെ ക്യാരക്ടർ, അങ്ങനെ എല്ലാവരുടെ ക്യാരക്ടേഴ്സും അവിടെ എല്ലാവരും വളരെ റോ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അത് ഭയങ്കര ഒന്നാമത് നമ്മളെ ആശാമാരുടെ ഒപ്പമാണ്. പ്രേമത്തിന് ശേഷം അമ്പുക്കയോടൊപ്പം അമ്പുക്കയുടെ പ്രൊഡക്ഷൻസിൽ ഒരു ഇത് ഷൈജൂക്ക, സൗബിനുണ്ട്, ബേസിലുണ്ട്, അങ്ങനെ ഒരു കൂട്ടം നമ്മുടെ ആശാമാരും അണ്ണന്മാരും, ചെമ്പൻ ചേട്ടനുണ്ട്. അത് വളരെയധികം എൻജോയ് ആയിട്ടുള്ളൊരു പടമാണ്. അതിനെക്കുറിച്ച് അത്രേ പറയാനുള്ളൂ. അൽഫോൺസിനെ കുറിച്ച് ഒന്നും ചോദിക്കരുത്. എന്താ വിഷയം കൊണ്ടിരിക്കുന്നത്? അങ്ങനത്തെ വിഷയമല്ല ഞാൻ പറഞ്ഞത്. ലഹരിയുടെ ഉപയോഗം കാണിക്കുന്നതിനെ കൂടുതലായിട്ട് പറയുന്നു. അപ്പൊ നമുക്ക് സിനിമകളുടെ ഒരു കണ്ടന്റ് ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ അങ്ങനത്തെ ക്യാരക്ടറുകളൊക്കെ വേണ്ട സിനിമകൾ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പക്ഷെ തീർച്ചയായിട്ടും വേണം, അതൊരു ക്യാരക്ടറാണ്. ലഹരിയുടെ ഉപയോഗം കാണിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു, പക്ഷെ ഈ ക്യാരക്ടേഴ്സോ ഈ സിനിമയുടെ പുറകിലുള്ള ആൾക്കാരോ ലഹരി വിൽപ്പന നടത്തുന്നില്ല. ഇവിടെ ലഹരി ഇവിടെ പടരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഈ സിനിമയിലെ ആക്ടേഴ്സോ, ഈ സിനിമ എന്നല്ലോ, ഇതൊക്കെ എത്ര ലഹരിയൊക്കെ. നിങ്ങൾ സീസൺ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടില്ലേ? ഇല്ലേ? എത്ര വർഷം പഴയുള്ള സിനിമയാണ്. അതിൽ നമ്മൾ ലഹരി ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. അതിന്റെ മെയിൻ ഹൈലൈറ്റ് തന്നെ അതാണല്ലോ. ഞാൻ ചോദിച്ചത് അങ്ങനെയല്ല. അപ്പൊ അങ്ങനത്തെ ക്യാരക്ടറുകൾ ഇപ്പൊ മലയാളികൾ മാത്രമേ ഇതിനെ വിമർശിക്കുള്ളൂ. ഇപ്പൊ ഈ പറയുന്ന ഹിന്ദി സിനിമകളിലായാലും തമിഴ് സിനിമകളിലായാലും ഇംഗ്ലീഷ് സിനിമകളായാലും കൊറിയൻ സിനിമകളൊക്കെ എല്ലാവരും കാണുന്നത്. തെലുങ്ക് സിനിമകളായാലും വിമർശിക്കപ്പെടുന്നില്ല. ഇല്ല, മലയാളികൾ മാത്രം വിമർശിക്കുന്നത് പ്രബുദ്ധതയുടെ ഭാഗമായിട്ട് നിങ്ങൾ കരുതിയാൽ മതി. ഈ സംവിധായകരുടെ എഴുത്തുകാരുടെ ആയാലും ആ ഒരു ആക്ടിംഗ് സിനിമയുടെ ഈ പറയുന്ന എന്താ പറയാ കണ്ടന്റ് വരുമ്പോൾ അത് അതിന് എന്താ പറയാ അതിനൊരു നഷ്ടബോധം വരെ സിനിമയ്ക്ക് നഷ്ടമല്ലെന്ന് വയ്ക്കുകയാണ്. ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഇനിയും വരും. ഇത് ആരൊക്കെ എങ്ങനെ കിടന്ന് വിമർശിച്ചാലും എന്തൊക്കെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാലും ഇനിയും വരും തീർച്ചയായിട്ടും. ഇപ്പോ ഏറ്റവും കൊട്ടി ഘോഷിച്ചിട്ടുള്ള, അതായത് മലയാള സിനിമയുടെ ഒരു മഹാത്ഭുതം എന്ന് പറഞ്ഞ ഒരു സിനിമയാണ് ദൃശ്യം.
അതായത് വേൾഡ് വൈഡ് ആയിട്ടാണ് അതിന്റെ റൈറ്റ്സ് ഒക്കെ പോയിരുന്നത്. ചൈനയിലേക്ക് പോയി, ഒരുപാട് സ്ഥലത്ത് പോയി, ഇന്ത്യയിൽ തന്നെ പല ഭാഷയിൽ പോയി. ഇതിന്റെ പ്രധാനം ഒരാളെ കൊന്നു അത് മറയ്ക്കുന്നതാണോ വലിയ ഹീറോയിസം എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ലല്ലോ അതിനെ കാണണ്ടേ. ഓക്കെ, ജനാധിപത്യപരമായിട്ട് ഒരാളെ കൊന്ന് ഒഴിച്ചു മൂടി അത് ഒളിപ്പിക്കുന്നത് ശരി, തെറ്റ് തന്നെയാണ്. പക്ഷെ ഒരു സിനിമയിൽ ഒരു കഥയിൽ നമ്മളത് കാണുമ്പോൾ അത് അങ്ങനെയാക്കി എടുക്കുക, അങ്ങനെയാക്കി എടുത്തു. ഇവിടെയുള്ളവർ വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം, വിമർശിക്കുന്നവർ എന്തർത്ഥത്തിലാണ് എന്തുദ്ദേശത്തിലാണ് വിമർശിക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അവർ വിമർശിക്കട്ടെ. പക്ഷെ ഇനിയും ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് വരും, ഇനിയും ഡ്രഗീസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരും, ഇനിയും കുടിയന്മാരായിട്ടുള്ള ക്യാരക്ടേഴ്സ് വരും. അതിന് നമുക്ക് സർട്ടിഫിക്കേഷൻ ഉണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ തെറ്റിപ്പോയി, 16+ ആണെന്നുള്ളത് 13+ ആണ്. അപ്പൊ ആ ഏജിന് താഴേക്കുള്ള കുട്ടികളെ തിയേറ്ററിലേക്ക് കൊണ്ടുവരാണ്ടിരിക്കേണ്ട ഉത്തരവാദിത്വം ആരുടെയാ? അത് ഈ സിനിമയിലുള്ള ആൾക്കാരുടെ അല്ല, അത് ആ വീട്ടിലുള്ള പാരൻസിന്റെ ഉത്തരവാദിത്വമാണ്. പക്ഷെ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഇനിയും വരും. ചിലപ്പോൾ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാനും ചെയ്യും, അത്രേ എനിക്ക് പറയാനുള്ളൂ. അതിൻ്റെ അർത്ഥം എനിക്ക് ഉത്തരവാദിത്വം ഇല്ല എന്നല്ല. എൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതാണ്. എനിക്ക് കിട്ടുന്ന കഥാപാത്രത്തിനെ എനിക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചെയ്ത് ഫലിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഇത്. അതിന് നാട് നന്നാക്കുക, ഇവിടെ ഒരു കിനാശേരി ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം എനിക്കില്ല, സത്യമായിട്ടും ഇല്ല. അത് രാഷ്ട്രീയ പ്രവർത്തകർക്കുള്ളതാണ്. നന്ദി, നമസ്കാരം. അതുപോലെ സാഹസത്തിൽ സ്വിഫ്റ്റ് കാർ ഓർഡർ ചെയ്തത് ഉപയോഗിച്ചിട്ടുണ്ട്. അത് സിനിമയ്ക്ക് വേണ്ടി അങ്ങനെ ചെയ്തതാണോ, അത് വേറെ ആരുടെയും വണ്ടിയാണോ? ഒരു ഐഡിയ ആണ് സിനിമയ്ക്ക് വേണ്ടി എങ്ങനെ ചെയ്തതാണോ? അങ്ങനെ ഒരു പെപ്പി മൂഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു കാറ് ഓൾട്ടർ ചെയ്ത് അങ്ങനെ ആക്കി സിനിമയ്ക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കിയതാണ്. അത് മാത്രമല്ല, അതിനകത്ത് ഉപയോഗിച്ച യെല്ലോ കാറ്, മാരുതി 800, ബബീഷ് ചേട്ടൻ്റെ വണ്ടി ഇക്കോ, മാരുതി ഇക്കോ, പിന്നെ ഈ ഓൾട്ടർ ചെയ്ത ഈ റെഡ് വണ്ടി, ഇതൊക്കെ സിനിമയ്ക്ക് വേണ്ടി അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഇവിടെ എന്നെക്കാട്ടും വലിയ വണ്ടിപ്രാന്തന്മാർ ഉള്ളത് കൊണ്ട് ഇവിടെ റോണിയുടെ കാര്യം ആദ്യം പറയുമ്പോൾ ആ കാറിന്റെ കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ല, റോണിയുടെ കാര്യം ഈ പറഞ്ഞ പോലെ ഈ കൂട്ടത്തിൽ ഏറ്റവും ആദ്യം ഈ സിനിമ സംസാരിച്ച ഒരാളാണ്. അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. റിനീഷേട്ടൻ്റെ വീടെ കൂട്ടിരുന്ന് ഇങ്ങനത്തെ പരിപാടി ഉണ്ടോ, നമ്മളെ പയ്യ ഇങ്ങനെ എഴുതി തുടങ്ങുന്നുണ്ട്, അപ്പോൾ ഇതിൽ ഇന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ കഥയുടെ ഇതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഓരോ പ്രോസസ്സിങ്ങിന് ഇടയ്ക്ക് ബാംഗ്ലൂരിൽ നിന്ന് അദ്ദേഹം നമ്മളെ കാണാൻ നാട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ സംസാരിക്കുമായിരുന്നു. അന്ന് ക്ലിയർ കട്ടായിട്ട് എങ്ങനെയാണ് ഇത്, ഈ പാട്ട് ഇവിടെയാണ്, അവിടെ ഇന്ന പാട്ട് വരും, ഇവിടെ ഈ കാറിൽ ഇന്ന ആൾ വരും, നമുക്ക് ഇങ്ങനത്തെ ഒരു കാറാണ് വേണ്ടത്. അങ്ങനെ ക്ലിയർ കട്ട്, ഒരു വണ്ടിപ്പരാന്തൻ എന്ന് സ്വയം പറയത്തില്ലെങ്കിലും ഒരു ക്യാരക്ടറിന് വേണ്ട എല്ലാ ലൈക്ക് കാർസ്, കം ടു കാർസ്, ഇന്ന കാറിൽ വന്നാൽ രസമായിരിക്കും, ഇന്ന കാറിലാണ് വരേണ്ടത്, അതിന് ഇങ്ങനൊരു കളറായിരിക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും കൃത്യമായ വ്യക്തതയുള്ള ഒരാളാണ് ബിബി. പിന്നെ കാർ എന്തൂസിയാസ്റ്റ് റംസാൻ ഇരിപ്പുണ്ട്. ആദ്യം കാർ ഇഷ്ടമല്ലാത്ത ഏത് മൂഡ് അത് എന്നോടിങ്ങനെ വന്നു പറഞ്ഞാ, ത്രൂ ഔട്ട് അല്ല, റോണി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. അത്യാവശ്യം നമുക്ക് പെർഫോം ചെയ്യാനുണ്ട്. ഒരു നല്ല ഒരു നീറ്റ് നാറിയ നിനക്ക് പോർട്രേ ചെയ്യാൻ പറ്റും. വേറെ ഒന്നുമില്ല, ഒരു 2 ഷോട്ട് ഞാൻ നിനക്ക് തരും ഈ സിനിമയിൽ എന്ന് പറഞ്ഞു. അത് സിനിമ കണ്ടവർക്ക് അറിയാം, അല്ലെങ്കിൽ സിനിമ കാണാൻ പോകുന്നത് നിങ്ങൾ അതാണ് എനിക്ക് കിട്ടിയ വിവിൻ്റെ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അത് ഞാൻ എൻ്റെ ലൈഫിലെ ആദ്യത്തെ 48 ഫ്രെയിംസ് ആയിരുന്നു. ഞാനത് ഓരോ തവണ ഇവരൊക്കെ പറയും നമുക്ക് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് തിയേറ്റർ വിസിറ്റ്, അപ്പോൾ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞാലും ബോഡി കയറാമെന്ന് പറയും. അപ്പം ഞാൻ ഇവരോടൊക്കെ പറയും, എന്തിനാ ഫസ്റ്റ് ഹാഫ് ആക്കുന്നേ, നമുക്ക് ആദ്യം മുതലേ കാണാം. അപ്പോൾ ആദ്യം എൻ്റെ സീൻ കാണാൻ ഇപ്പോഴും എനിക്കത് ഇപ്പോഴും ഓരോ തവണ കാണുമ്പോഴും എനിക്കിഷ്ടമായി. നേരത്തെ പറഞ്ഞാലേ ഇഷ്ടമായി. അങ്ങനല്ല മറ്റേ താങ്ക് യു ബിബി. അങ്ങനെയാണെങ്കിൽ ഞാൻ അതാ അത് നേരത്തെ പറഞ്ഞില്ലേ, സിനിമ സ്വപ്നം കണ്ട് മാവേലിക്കര എന്ന് ഇറങ്ങിയ ഒരു പയ്യനെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്ന ഏറ്റവും വലിയ എൻട്രികളിലൊന്നാണിത്. അതെനിക്ക് ബിബിയാണ് തന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. അതെന്ന് ഞാൻ പറഞ്ഞേ, റോണി എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. അതെന്നും അങ്ങനെ ഉണ്ടാവും. ഓക്കെ.
ഇതിൽ 3 ക്യാരക്ടറുകൾ അതുപോലെ തന്നെ നമ്മുടെ മലയാളി പകത്ത് ഭയങ്കര അപ്പൊ ഈ പറയുന്ന ഒരു വന്നു കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് ചൂസ് ചെയ്യാം പകത്ത് ഭയങ്കരമായിട്ട് അത് എങ്ങനെയാണ് ഇതിലേക്ക് വന്നത് ഒരു മൂന്ന് ഇങ്ങനെ ഈ ക്യാരക്ടർ ചെയ്യും എന്നുള്ളത് 3 പേരറിയാവുന്ന പകത്ത് ശബരീഷ് അങ്ങനെ 3 പേർക്കുള്ള അങ്ങനത്തെ സംഭവം ചെയ്തിട്ടില്ല. അതെ അതെ. അല്ല, അത് ഞാനിതിൻ്റെ ഓപ്പണിങ്ങിൽ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ ഇൻസ്പിറേഷൻസ് പ്രിയദർശൻ സാറിൻ്റെയും സിദ്ദിഖ് ലാലിൻ്റെയും പിന്നെ ഗൈറച്ചി അങ്ങനെ കുറേ പേരുടെയൊക്കെ സിനിമകളാണ്. അപ്പം ഉറപ്പായിട്ടും നമ്മൾ ചെറുപ്പകാലത്ത് കണ്ട റാംജിറാവ് സ്പീക്കിങ്ങും ഹരിഹർ നഗറും പ്രിയദർശൻ്റെ സിനിമകളും ഏറ്റവും ഇതുപോലുള്ള സിനിമകൾ കണ്ട് ചാർജായിട്ട് അതുപോലൊരു സിനിമ എന്നൊന്നും പറയുന്നില്ല, പക്ഷെ അതൊക്കെ കണ്ട് അതൊക്കെ കണ്ട് ഇൻസ്പയർഡ് ആയി ചാർജ് ആയിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ അതൊരുപോലെ ഒരെണ്ണം ചെയ്യണമെന്ന ആഗ്രഹത്തിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയ സിനിമയാണ്. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതെ അതെ, ഓരോ ക്യാരക്ടറിനും ഒന്നിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു ക്യാരക്ടർ ഒരു ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ വേറെ വേറെ ടൈപ്പ് ആളുകൾ, വേറെ വേറെ മാനറിസംസ് ഉള്ള ആളുകൾ വന്നില്ലെങ്കിൽ ഇതൊക്കെ ഒരുപോലെ ഇരിക്കും. അപ്പോൾ ആ ലേയേഴ്സ് കാണാൻ പറ്റില്ല. അപ്പോൾ ഇവരൊക്കെ അതിൻ്റെ വളരെ ക്രൂഷ്യലായ എന്താ പറയുക നേറോ ലൈനിൽ പെർഫോം ചെയ്യേണ്ട ആളുകളാണ്. ഇപ്പം ഭഗത്തനാണെങ്കിലും ശബരീഷ് ബുറൂണാണെങ്കിലും നരേഞ്ചേട്ടനാണെങ്കിലും അവരെ കയ്യിൽ നേരത്തെ പറഞ്ഞ പോലെ അവരെ കയ്യിൽ അത് സേഫാണെന്ന് ഉറപ്പായിരുന്നു. എനിക്കൊന്ന് ഓൾമോസ്റ്റ് എല്ലാം 1-2 ടേക്ക് പരിപാടികളാണ്, കൂടുതലൊന്നും വേണ്ടി വന്നില്ല. ആ ഒരു ബ്രീഫിംഗ് മാത്രമേ സമയമെടുത്തിട്ടുള്ളൂ. ഇനീഷ്യൽ ബ്രീഫിംഗ്, കഥയുടെ എന്താണ് ക്യാരക്ടർ, ഈ ക്യാരക്ടർ എന്താണ് പ്ലേ ചെയ്യാൻ പോണേ, സിനിമയിൽ ഇയാൾ എന്താണ് ചേഞ്ച് ഉണ്ടാക്കാൻ പോണേ, ഇയാളുടെ എൻട്രി വരുമ്പോൾ എന്തായിരിക്കണം ഇമോഷൻ പ്രേക്ഷകൻ്റെ എന്നുള്ളൊരു ബ്രീഫിങ്ങിന് മാത്രമേ സമയം എടുത്തിട്ടുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ഡയറക്റ്റ്ലി വർക്ക് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഓരോ ഷോട്ട് കഴിയുമ്പോൾ. അല്ല, അതെനിക്ക് നേരിട്ട് പരിചയമുള്ള അങ്ങനെ കുറെ ഗ്രൂപ്പുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഏജിൽ നിന്നും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു യങ്സ്റ്റർ ആ ഗ്രൂപ്പിലുണ്ടാവും. പുള്ളിക്ക് സ്വയമായിട്ടൊരു തോന്നലുണ്ടാവും, ഇവർ ഇച്ചിരി ഔട്ട്ഡേറ്റഡ് ആണ്, ബബീഷേട്ടനും പ്രേമേട്ടനും കുറച്ച് ഔട്ട്ഡേറ്റഡ് ആണ്, ഞാൻ വേണം ഇന്നത്തെ ലേറ്റസ്റ്റ് കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ എന്ന് സ്വയം വിചാരിക്കുന്ന ഒരു സ്വയം പ്രഖ്യാപിത ഡിറ്റക്റ്റീവ് അല്ലെങ്കിൽ സ്വയം പ്രഖ്യാപിത ബുദ്ധിജീവി. അറ്റ് ദ സെയിം ടൈം ഈ ബബീഷേട്ടനും പ്രേമനും നോക്കുമ്പോൾ നമുക്കറിയാത്ത എന്തൊക്കെ ഇവൻ പറയുന്നുണ്ട്, ചിലപ്പം കാര്യമായിരിക്കും എന്ന് വിചാരിക്കുന്ന ഒരു സെറ്റ് ഓഫ് ആളുകളുടെ ഒരു ഗ്രൂപ്പിൽ ഞാൻ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോൺട്രാസ്റ്റ് ബിൽഡ് ചെയ്യാൻ നോക്കിയതാണ്. എനിക്കത് കാർത്തി അത് അടിപൊളിയാക്കിയെന്ന് തോന്നുന്നു. ഇല്ല, റംസാൻ ഈ ഷൂട്ട് ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഡാൻസ് ആണ്. എനിക്ക് വയ്യാന്നാ പറഞ്ഞത്. അതെ അതെ, കണ്ടിട്ടുണ്ട്. ഭയങ്കര സന്തോഷം തോന്നിയത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ലാൽ സാറ് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ നമ്മളെ ഏറ്റവും അധികം എനിക്ക് വൺ ഓഫ് ദ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡയറക്ഷൻ കോംബോ ആണ് സിദ്ദിഖ് ലാൽ സാറിൻ്റെത്. കാരണം പ്രത്യേകിച്ച് എനിക്ക് നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന ഈ കഷ്ടപ്പാടുണ്ട്, അതായത് ഒന്നുമല്ലാത്ത ഒരു അവസ്ഥയിൽ നിന്ന് ഒരു സിനിമ ഉണ്ടാക്കി ആളുകളെ ഇഷ്ടപ്പെടുത്തുന്നത്. ഞാൻ വായിച്ചിരുന്ന മനസ്സിലാക്കിയത് അതുപോലെയാണ് റാംജിറാവ് സ്പീക്കിങ്ങും ഹരിഹർ നഗറും ഒക്കെ ഉണ്ടായത്. പിന്നെയാണ് ഈ മെയിൻ സ്ട്രീം സോ കോൾഡ് ആളുകളൊക്കെ വെച്ചിട്ടുള്ള വലിയ വലിയ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം എപ്പോഴും ഈ അണ്ടർഡോഗ്സിൻ്റെ പരിപാടി കാണാൻ ഭയങ്കര ഇൻസ്പയറിങ് ആണ്. നമ്മൾ എല്ലാവരും കൂടെ ഒരു സാധനം ഉണ്ടാക്കി എല്ലാവരും കൂടെ കട്ടയ്ക്ക് നിന്ന് ഉറപ്പായിട്ടും അത് പുഷ് ചെയ്യുമ്പോൾ ഭയങ്കര പാടാണ് അത് പ്രേക്ഷകരിലേക്ക് എത്താൻ. കാരണം അവർക്കത് അറിയണ്ട, അവർക്ക് അത്രയും കണ്ടന്റ് വരുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞ നാളെ അടുത്ത ആഴ്ച കൂലി വരുന്നുണ്ട്. അതിനിടയിലൂടെ മെല്ലെ കയറി വന്ന ആളുകളുടെ ഇഷ്ടം കിട്ടി, മെല്ലെ അത് കയറി വന്ന് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഭയങ്കര കാര്യമാണ്. ലാൽ സാറിൻ്റെ പഴയ സിനിമകളിൽ അങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് ഞാൻ എവിടെയൊക്കെയോ ഇൻ്റർവ്യൂവിലൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ തന്നെ അതുപോലെയൊക്കെ തോന്നി എന്ന് പറയുമ്പോൾ വലിയ സന്തോഷമാണ്. അവസാന ചോദ്യമാണ്. അപ്പം ഇവിടെ അപ്പം എന്തായാലും 14-ാം തീയതി കൂലി റിലീസ് ആകാൻ പോവാണ്. കേരളത്തിലെ സാധാരണ തിയേറ്റേഴ്സ് ഓൾറെഡി ബുക്കായി കഴിഞ്ഞു. അപ്പോൾ ഇനിയാണ് നിങ്ങൾക്ക് സാഹസം കുറച്ചുകൂടെ കൂടാൻ പോകുന്നതെന്ന് വിശ്വസിക്കുന്നത്. അപ്പം കാണാൻ പോകുന്ന പ്രേക്ഷകരോട് ഇനി എന്താണ് പറയാനുള്ളത്?
അതെ, സാഹസം തുടരുകയാണ്. കാരണം ഇനി കൂലി വരുവാണ്. വളരെ മെല്ലെ സ്ലോ ആയിട്ട് ആളുകൾക്ക് ഇഷ്ടമായി എല്ലാവരും ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വേർഡ് ഓഫ് മൗത്തിലൂടെ ഗ്രാജുവലായിട്ട് കയറി വരുവാണ്. ആ ഒരു ഗ്രാജുവലി കയറി എല്ലാവരിലും എത്താനുള്ള സമയം നമ്മളെടുത്തില്ല. ഒരു 4 ദിവസം കൂടി കഴിഞ്ഞാൽ ഒരു വലിയ ഒരു തിരമാല അടിക്കാൻ പോവാണ്. അപ്പം ഉറപ്പായിട്ടും സോഷ്യൽ മീഡിയ വാളുകളും എല്ലായിടത്തും കൂലിയാണ് ചർച്ച ചെയ്യപ്പെടുക എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഉറപ്പായിട്ടും നമ്മൾ പിടിച്ചു വെക്കും, അതും അതിജീവിക്കും. ഈ സാഹസം നമ്മൾ മറികടക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം എന്തൊക്കെ വന്നാലും മലയാളി പ്രേക്ഷകന് പേഴ്സണലായിട്ട് പറയാൻ, ഞങ്ങളുടെ സിനിമ എന്ന് പറയാൻ, ഒരു സിനിമയായിട്ട് ചിരിക്കാൻ പറ്റുന്ന, എൻ്റർടൈൻ ആകാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ഉണ്ട് എന്ന് കഴിഞ്ഞ 2 ദിവസത്തെ ചിരിയിൽ നിന്ന് ഞങ്ങൾക്ക് ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിജീവിക്കും, ഉറപ്പായിട്ട് അതിജീവിക്കും. താങ്ക് യു വെരി മച്ച്. രണ്ടുപേർക്ക് താങ്ക്സ് പറയാനുണ്ട്. ഒന്ന് നിങ്ങൾ